ഹൃദയം കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഒരുക്കുക. കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. കർത്താവേ, വചനമായി കടന്നു വരണമേ, വചനം എന്നിൽ മാംസമാക്കണമേ എന്ന് ഉള്ളുകൊണ്ട് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കുക. ആ മാതാവിനെ ഓർക്കൂ. ആ മാതാവ് നിൻ്റെ അടുത്തുണ്ട്. നിനക്ക് മാതൃകയാണ്. വചനം മാംസമാക്കിയവൾ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എന്നാൽ ഈ സാക്ഷ്യങ്ങളിൽ 99% നമുക്കറിയാം ഭൗമിക കാര്യങ്ങൾ നേടിയെടുക്കുന്ന സാക്ഷ്യങ്ങൾ ആണ്. തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്. നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് സമാധാനപരമായിട്ട് ഒക്കെ ജീവിക്കേണ്ടവർ ആണ്. എന്നാൽ അതിൽ പരമായ ഒരു സാക്ഷ്യം നമ്മളിൽ ഉണ്ടാവണം. ആ സാക്ഷ്യത്തെപ്പറ്റി 1 യോഹന്നാൻ അധ്യായം 5, 11, 12 പറയുന്നുണ്ട്. 1 യോഹന്നാൻ 5, 11, 12 ഇതാണ് സാക്ഷ്യം. നിത്യജീവൻ അവിടുത്തെ പുത്രനിൽ ആണ്. അവിടുത്തെ പുത്രനെ സ്വന്തമാക്കുന്നവൻ നിത്യ സ്വർഗം സ്വന്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സാക്ഷ്യത്തിൻ്റെ ജീവിതത്തെ പറ്റിയാണ് നമ്മൾ മക്കളെ ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നിത്യജീവനെ പറ്റി ധ്യാനിക്കുമ്പോൾ മനസ്സിൽ ഓർക്കേണ്ടത്. ഞാൻ നമ്മുടെ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിലെ 1-2 ഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വെളിപാട് പുസ്തകം 21 വചനം 14. ജീവന്റെ വൃക്ഷത്തിൻ്റെ മേൽ അവകാശം ലഭിക്കുവാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ആദിമാതാപിതാക്കളെപ്പറ്റി നമ്മൾ ബൈബിളിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവിടെ 2 വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. നന്മ തിന്മകൾ തിരിച്ചറിയാനൊരു വൃക്ഷവും ജീവൻ്റെ ഒരു വൃക്ഷവും. നമുക്കറിയാം നന്മ തിന്മകൾ തിരിച്ചറിയുന്ന വൃക്ഷത്തെ നിന്നാണ് ആദവും പറിച്ചു തിന്നതും പാപം ചെയ്തതും. അങ്ങനെ ലോകം മുഴുവൻ പാപത്തിലായ കഥകളെല്ലാം നിങ്ങൾക്ക് നല്ലോണം അറിയാം. എന്നാൽ മറ്റൊരു മരമുണ്ടായിരുന്നു, ജീവന്റെ വൃക്ഷം. അതേത് ആദാം കയറി പിടിക്കുവാനും പേടിച്ചിട്ട് നമുക്കറിയാം കർത്താവ് വേലി കെട്ടി പന്തും എല്ലാം അവിടെ വെച്ചു, മലഹാമരെ നിർത്തി അവൻ തൊടാതിരിക്കാൻ. ആ ജീവന്റെ വൃക്ഷം ആണ് അത് നാം കാണുന്നത് നമ്മുടെ മുമ്പിൽ. അത് ഇന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വൈകല്യത്തോടുകൂടി എന്ന് പറഞ്ഞാൽ പാപത്തോടുകൂടി അവൻ ആ പഴം പറിച്ച് തിന്നുകയായിരുന്നെങ്കിൽ അവൻ അപ്പോഴേ നിത്യനാശമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പൗലോസ്ലീഹ പറയുന്നില്ലേ, അയോഗ്യതയോടെ അവിടുത്തെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യനാശം കൈവരുന്നു. ഹല്ലേലൂയ. ഈ നിത്യനാശം മനുഷ്യന് വരാതിരിക്കാനാണ് കർത്താവ് ചുറ്റും വേലി കെട്ടി ആ വൃക്ഷത്തെ സൂക്ഷിച്ചത്. ഹല്ലേലൂയ. അന്ന് ആദവും ഹവ്വായും ചാടിയത് പിടിക്കുകയായിരുന്നെങ്കിൽ ഒരു കാലത്തും മനുഷ്യകുലം യേശു വഴിയായി രക്ഷ പ്രാപിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ വലിയ കരുണയാണ്. ഇനിയും നമ്മൾ കാണുന്നു, ഈ ജീവന്റെ വൃക്ഷത്തിൻ്റെ മേൽ നമുക്ക് അവകാശം വേണമോ എങ്കിൽ അങ്കികൾ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ വെളിപാട് പുസ്തകം തന്നെ 7-ാം അധ്യായത്തിൽ വായിച്ചു കാണുന്നുണ്ട്. ഒരു പറ്റം ജനങ്ങൾ സ്വർഗത്തിലേക്ക് കയറി ചെന്നപ്പോൾ ഇതാരാണ് വരുന്നു എന്നൊക്കെ ചോദിച്ചു പറഞ്ഞത്, ലോകത്തിലായിരുന്നപ്പോൾ അവർ അങ്കികൾ യേശുവിൻ്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കിയവർ ആണ്. ഏറെ വേദനകളും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോയപ്പോഴും അവരുടെ അങ്കികൾ പരിശുദ്ധമായിട്ട് അവർ സംരക്ഷിച്ചു. ഇപ്പോൾ
അതെ എൻ്റെ പക്കൽ രാപ്പകൽ എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരിയ്ക്കുന്നു. അവർക്ക് വിശപ്പില്ല, ദാഹമില്ല. ഇപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ കെട്ടുപോലെ പെണ്ണുകെട്ടില്ല, മക്കളുണ്ടാകില്ല, പെരുകുകയുമില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സ്വർഗീയ ജീവിതം അഥവാ നിത്യതയെപ്പറ്റി ഉള്ളത് ഇന്നത്തെ ആളുകൾ പലപ്പോഴും വെറും കെട്ടുകഥയായി നമ്മുടെ പണ്ടത്തെ വണക്കമാസ പുസ്തകത്തിലെ ദൃഷ്ടാന്തം പോലെ എടുക്കുന്നത്. ഈ ചുമ്മാ ഈ ധ്യാനഗുരുക്കന്മാര് അത് വിളിച്ചു പറയുന്നത്. ഒരു കാലത്ത് ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ പടിപടിയായിട്ട് ആധ്യാത്മിക ജീവിതത്തെ ഉയർത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ നിത്യസത്യങ്ങൾ ആണ്. മരണം, വിധി, നരകം, സ്വർഗം, ശുദ്ധീകര സ്ഥലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രമാത്രം പറഞ്ഞാലും നമ്മൾ എത്ര കാലം ഇവിടെ ജീവിക്കും? ഏതാനും വർഷം, 60, 70 ഇങ്ങനെ പോകും. ഇപ്പോൾ ചെറുപ്പക്കാർ പോലും പോകും പെട്ടെന്ന്, ഇല്ലേ? നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് അത് ഓരോ ഒഫീഷ്യലിൽ ഓരോ വീടുകളിലും മരണങ്ങളുടെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ്, അല്ലേ? ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ കോവിഡ് വന്നുകൊണ്ട് മാത്രമല്ല, ലോകം മുഴുവൻ ധാരാളം മരണങ്ങൾ സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഈ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നുണ്ട്, എത്രമാത്രം അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്, അതിനുവേണ്ടി സ്വത്ത് സംഭരിക്കുന്നുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഈ 1 മണിക്കൂർ സമയം ഞാൻ നിങ്ങളോടൊത്ത് ചെലവഴിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ മാസം, നവംബർ മാസം, നമ്മൾ പ്രത്യേകിച്ച് മരണം മൂലം വേർപെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് ആ വിഷയം തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എൻ്റെ ഏതാനും വീഡിയോകൾ കേട്ട് കാണും. അത് മാത്രമല്ല, കാര്യസ്റ്റോറിയിൽ ഞാൻ അതേപ്പറ്റി എഴുതുന്നുണ്ട്, നിങ്ങൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് ഒരു ജീവനുണ്ട് ഈ മരണത്തിനു ശേഷം. അത് സുനിശ്ചിതമാണ്. അത് നേരിട്ട് കണ്ടവനാണ് ഞാൻ. അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ ആ കഷ്ടപ്പാട് തീ കടന്ന ധനവാൻ പറഞ്ഞു, ആ ലാസറിനെ കൊണ്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിച്ചൊരു ഒരു തുള്ളി പച്ചവെള്ളം എന്നെ നാക്കേൽ ഒഴിക്കണം, ഞാനിവിടെ എരിപോലെ തീ കിടന്ന് വേകുകയാണ് എന്ന്. എന്നാൽ പ്രിയപ്പെട്ട, അപ്പോൾ അനുവദിച്ചില്ല അവനെ തിരിച്ചു വരാൻ. എന്നാൽ ഈശോ തിരിച്ചു വരാൻ എന്നെ അനുവദിച്ചു. ഹല്ലേലൂയ. അതെ, ഈ നിത്യതയുടെ ദർശനങ്ങൾ ആത്മാർത്ഥമായി കണ്ടു തിരിച്ചു വന്നു. നിങ്ങളെല്ലാവരും എന്നെ അറിയുന്നവരാ എന്നാ എൻ്റെ വിശ്വാസം. ഞാനുമായിട്ട് വ്യാപരിക്കുന്നവരാ. എനിക്ക് മാനസിക രോഗമില്ലായിരുന്നു നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. എങ്കിൽ അതെ, മാനസിക രോഗം കൊണ്ട് ഞാൻ പറയുന്നതല്ല. അല്ലെങ്കിൽ എനിക്ക് ഈ സൂക്കേട് വന്ന് കടന്നത് കൊണ്ട് ഏതോ ചുമ്മാ കോമിക്കായിട്ട് കുറെ ചിന്തകൾ വന്നത് അല്ല. സത്യമായിട്ടും എൻ്റെ കർത്താവ് എന്നെ അവിടെ കൊണ്ടുപോയത് ഈ വിവരങ്ങൾ നിങ്ങളോട് പറയുവാനും പറയുന്നതനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കുവാനും ആണ്. നമ്മൾ ധാരാളം വിശുദ്ധരുടെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അവരെപ്രകാരം ശുദ്ധീകരണ സ്ഥലത്തിൽ പോയെന്നും ശുശ്രൂഷ ചെയ്തുവെന്നും. ഞാൻ 2 പേരുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ കൂടെ ജീവിച്ച് അടുത്ത ഇടയിൽ തന്നെ വിശുദ്ധരായ 2 പേര്. ഒന്ന് എഫ്രേസ്യാമ്മ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നവൾ ആണ്. അത് 2014 വിശുദ്ധയായിട്ട് ഫ്രാൻസിസ് പാപ്പ അവളെ പ്രഖ്യാപിച്ചത്. അവൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് വളരെ ഭക്തിയുള്ളവൾ ആയിരുന്നു. അവളുടെ ജീവചരിത്രത്തെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല. അവൾ ഏറെയേറെ ദർശനങ്ങൾ അവർക്കുണ്ടാകുമായിരുന്നു. അവിടെ ആധ്യാത്മിക ഗുരു അവിടെ ഡയറിയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ അടുത്ത് അവളുടെ തന്നെ ഒരു സിസ്റ്റർ, ഒരു കർമ്മൽത്താ മഠത്തിലെ മരിച്ച കന്യാസി, പേര് ബാർബര എന്നായിരുന്നു. ആ സിസ്റ്റർ വന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? ആ ദർശനത്തിൽ അവൾ ശുദ്ധീകരണമാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കേൾക്കൂ, ഞാൻ സിസ്റ്റർ ബാർബര ആണ്, ഇപ്പോൾ മരിച്ചതേ ഉള്ളൂ, ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുകയാണ്, ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇത് കേട്ട് പേടിച്ചോടിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു വെറും ദർശനമല്ലായിരുന്നു, പിന്നെയോ പ്രത്യക്ഷപ്പാട് ആയിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേലക്കാരത്തി അത് കണ്ടത്. കൂടെയുള്ള ആളെ കണ്ടതും ഓടിപ്പോയും. മിക്കവാറും അവൾ കഥകിനപ്പുറത്ത് ആത്മാക്കൾ കരയുകയും ശുദ്ധീകരണ സ്ഥലത്ത് അവരെ രക്ഷിക്കാൻ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുന്നതും കേൾക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തെ പാവപ്പെട്ട ആത്മാക്കളാണ്, അതാണ് ദൈവത്തിൻ്റെ നീതിയുടെ തടവറ.
ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം ഞങ്ങൾക്ക് ദൈവത്തെ മുഖാമുഖം കാണാൻ സാധിക്കുന്നില്ല എന്നതാണ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി ദയവായി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് സ്വയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാവില്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് കരച്ചിലോടും വിലാപത്തോടും കൂടെ പറയുമായിരുന്നു. വിശുദ്ധ എഫ്രേസ്യ അമ്മ രാത്രികാലങ്ങളിൽ വളരെയേറെ നേരം ആത്മാക്കൾക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ ആധ്യാത്മിക പിതാവ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് ദിവസേന ആത്മാക്കളുടെ ദർശനങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. അവൾ ആത്മാക്കൾക്ക് വേണ്ടി പരിഹാര പ്രവൃത്തികളും പ്രായശ്ചിത്തങ്ങളും ഉപവാസവും ദണ്ഡമോചനങ്ങളും ഒപ്പം കൊടുത്തിരുന്നു. ഒപ്പം താമസിക്കുന്ന കന്യാസികൾ പറയുമായിരുന്നു, രാത്രിയിൽ ഏറെ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കരുത്. അപ്പോൾ അവൾ പറയുമായിരുന്നു, ഇത്രമാത്രം ആത്മാക്കൾ സഹനങ്ങൾ കണ്ടുകൊണ്ട് എങ്ങനെ എനിക്ക് സമാധാനത്തിൽ കടന്നുറങ്ങാൻ കഴിയുമെന്ന്. ഇത് നിങ്ങൾ വായിക്കാം, ഇൻ്റർനെറ്റിൽ കാണാം. നിങ്ങൾ എഫ്രീഷ്യാമ്മയുടെ ചരിത്രം നോക്കിയാൽ അവിടുണ്ട്. അവിടുന്ന് എടുത്തതാണ് ഞാൻ. അതായത് കെട്ടുകഥയല്ല. അവിടെ പറഞ്ഞത് ഇപ്പോൾ തന്നെ അടുത്തൊരു കാലത്ത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പുണ്യവതി ആയവൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാനായിട്ട് അത് ആഗ്രഹിച്ചത്. അത് നമുക്കറിയാം, അത് പല ആളുകൾക്കും അത് ഇത് കെട്ടുകഥയായിട്ടെടുക്കുന്നു. അതല്ല, സത്യമായിട്ടും അത് ആത്മാക്കൾ ഉണ്ട്. ഫാത്തിമയിലെ സന്ദർശനം നിങ്ങൾ കേട്ടിട്ടുണ്ട്. 3 പിള്ളേർക്ക് അത് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് ആപ്പാടെ ഒരു ജിജ്ഞാസയായിരുന്നു. സുന്ദരിയായ സ്ത്രീ അവൾ കണ്ടു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്നാണ് ആദ്യം ആ 3 മക്കളോട് മാതാവ് പറഞ്ഞത്. അതെ, അപ്പോൾ അവർ ആദ്യം ചോദിച്ച ചോദ്യം, പിള്ളേരല്ലേ, അവരെല്ലാം 8, 9, 10 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ, ഓർക്കണം. അവർ ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത് സ്ത്രീയെ? മഡാം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ, ഒരു സ്ത്രീയായിട്ടാണ് കണ്ടത്. അമ്മയൊന്നും അറിയുന്നില്ല, മാതാവെന്ന് അറിയുന്നില്ല. മഡാം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ ഞാൻ സ്വർഗത്തിൽ നിന്ന് വരികയാണെന്ന്. അപ്പോൾ ഒരു വലിയൊരു ആന്തരിക സമാധാനമൊക്കെ ആ 3 പേർക്കും ഉണ്ടായി. അപ്പോൾ അവർ അടുത്ത ചോദ്യം ചോദിച്ചത് എന്താണെന്നറിയോ, ഞാനും സ്വർഗത്തിൽ പോകുമോ? ലൂസി ചോദിച്ചു. ലൂസിയായിരുന്നു മൂത്തത്. അതുകൊണ്ട് ലൂസി അവസാനം മരിച്ചത് അടുത്ത നാളിലാണല്ലോ മരിച്ചതും. അത് വിശുദ്ധയെ പ്രഖ്യാപിച്ചൊക്കെ നമുക്കറിയാം. വിശുദ്ധയായില്ല, അത് വാഴ്ത്തപ്പെട്ടവളായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞതറിയാം, ആ സ്ത്രീ രത്നം ഉത്തരം പറഞ്ഞു, നീ പോകും. അപ്പോൾ മറ്റവളും ചോദിച്ചു, ഞാൻ പോകുമോ? നീയും പോകും. യശീന്തായോട് മറുപടി പറഞ്ഞു. ഫ്രാൻസിസ്കോയും ചോദിച്ചു, പോകുമോ? നീ അധികം താമസിക്കാതെ വരും, എന്നാൽ ഏറെ കൊന്ത ചെല്ലണം എന്ന്. ഹല്ലേലൂയ. അപ്പോൾ 3 നമ്മളോർക്കും കൊച്ചു പിള്ളേരാണ്. അപ്പം മാതാവിനെ കണ്ടപ്പം അവർക്ക് ആദ്യത്തെ മനസ്സ് വന്ന എന്താണ്, വിദേശത്ത് പോകാൻ വീസ മേടിക്കണമെന്നോ പരീക്ഷ പാസ്സാകണമെന്നോ അല്ല ചോദിച്ചത്. ഒന്ന് ചിന്തിക്കണം. അവരും പാവപ്പെട്ട ആടിനെ മേയ്ക്കുന്ന ജോലിക്കാരായിരുന്നു. വേണമെങ്കിൽ അവർക്ക് ചോദിക്കാൻ നല്ലൊരു വീടുണ്ടാകാൻ. അവരുടെ ആ പഴയ വീടൊക്കെ പോർച്ചുഗലിൽ പോയാൽ കാണാൻ സാധിക്കും. ഫാത്തിമയിൽ വെറും കൂരപ്പര. വേണമെങ്കിൽ പ്രാർത്ഥിക്കാമായിരുന്നു അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വേറൊരു ജോലി മാറി കിട്ടാൻ, ഈ ആടിനെ മേയ്ക്കല്ലാതെ വേറെ ജോലി കിട്ടാൻ ചോദിക്കാമായിരുന്നു. എന്തെല്ലാം ഭൗമിക കാര്യങ്ങൾ വേണമെങ്കിൽ തമ്പുരാൻ മാതാവിനോട് ചോദിക്കാമായിരുന്നു. എന്നാൽ ചോദിച്ച സ്വർഗത്തെപ്പറ്റിയുള്ളതാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മനോഭാവങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരണം. അവർ സ്വർഗത്തിൽ നിന്ന് വന്നവളാണെങ്കിൽ സ്വർഗത്തിലെ കാര്യങ്ങളും സ്വർഗത്തിൽ പോകുന്ന കാര്യങ്ങളാണ് ആദ്യമേ ചോദിക്കുക. ഞാൻ സ്വർഗത്തിൽ പോകുമോ? നമ്മൾ എത്ര പേര് അപ്രകാരം മാതാവിനോടോ അല്ലെ ഔഷധപീഠാവിനോടോ അല്ലെ ഈശോയോട് തന്നെ, എൻ്റെ ഈശോ ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ഇനി തടസ്സമായിരിക്കുന്നത് എന്താണ് നമ്മൾ ചോദിക്കാറുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 3 പിള്ളേരും ചോദിച്ചു. നമുക്കറിയാം, ആ 2 പിള്ളേരും അധികം താമസിക്കാതെ അന്നത്തെ മഹാമാരിയിൽ അന്ന് ഒരുതരം മഹാമാരി വന്ന ആളുകൾ ശബ്ദിച്ച് മരിക്കുമായിരുന്നു. അങ്ങനെ 2 പേരും മരിച്ചു. ലൂസി മാത്രമേ അവശേഷിച്ചുള്ളൂ. ഇനി ലൂസി ഉടനെ ഒരു ചോദ്യം ചോദിച്ചെന്താണെന്നറിയാമോ? അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞങ്ങൾക്ക് 2 കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. ഈ വസന്ത വന്ന് ഈ മഹാമാരി വന്ന് മരിച്ചു. ഇപ്പോഴത്തെ കോവിഡ് പോലെ രോഗം വന്നതാണ്, മരിച്ചുപോയി. അവരുടെ കാര്യമാണ് ചോദിക്കുന്നത്. നോക്കണേ, അവർ സ്വർഗീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ചോദിച്ചു, മരിയദാസ് എന്നായിരുന്നു ഒരു പെണ്ണിൻ്റെ പേര്, അവൾ സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അമലിയായോ? മാതാവ് പറഞ്ഞു, അവൾ ശുദ്ധീകര സ്ഥലത്താണ്. അപ്പോൾ ഇവർ വേദനയോടെ ലൂസി ചോദിച്ചു, എത്ര നാൾ കിടക്കണം? മാതാവ് പറഞ്ഞു, ലോകാവസാനം വരെ ശുദ്ധീകരണത്തിലായിരിക്കും അവൾ. ഹല്ലേലൂയ.
ഇത് ലൂസിയുടെ ഡയറിയിൽ നിന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്കിതൊക്കെ ഇൻ്റർനെറ്റിലുള്ളതാണ്. മഞ്ഞാക്കളിച്ചും ചുമ്മാ പറയുന്ന ഒന്ന് അല്ല എന്നോർക്കണം. നിങ്ങൾ ചിലപ്പോൾ പറയും ഇത് കഥയാണ്, കെട്ടുകഥയാണ്. അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാൽ അത് കാണാൻ സാധിക്കും എപ്രകാരം ആണ് അത്. അതായത് ശുദ്ധീയ സ്ഥലത്തിൽ ഇവർ താമസിച്ചത് കിടക്കുന്നതെന്ന്. അപ്പോൾ മാതാവ് പറഞ്ഞു, ഏറെ പ്രാർത്ഥിച്ച് ദിവ്യബലി സംബന്ധിക്കുന്ന പക്ഷം അവൾ ലോകാവസാനം വരെ കിടക്കേണ്ടി വരില്ല എന്ന്. പിന്നീട് അതേപ്പറ്റി ലൂസി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ശുദ്ധിയാത്മാക്കളെ പറ്റി. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, കാരണം അതിനെപ്പറ്റിയുള്ള പഠനങ്ങളൊക്കെ നിങ്ങൾ അത് കേട്ടിട്ടുണ്ട്. ഞാൻ അത് വേറെ ഒരാളുടെ കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ അത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാനത് എഴുതിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പാദ്രെ പിയോ, നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുള്ള അറിയുന്ന അത് പ്രസിദ്ധനായ പഞ്ചക്ഷരം ഉണ്ടായിരുന്ന വ്യക്തി. അദ്ദേഹം ഒരിക്കൽ വളരെ തമാശകാരനായിരുന്നു. ഈ വേദനയെല്ലാം മുറിവുകളും എല്ലാം ഉണ്ടായിരുന്നു. കൂട്ടുകാരും എല്ലാം കൂടി ഒന്നിച്ചിന്ന് ഭക്ഷണം കഴിക്കുകയും ഒരു ബിയറൊക്കെ കുടിക്കുമായിരുന്നു പുള്ളി. അതൊക്കെ വലിയ സന്തോഷമായിരുന്നു. കാരണം അവിടെ ബിയർ കുടിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മോരും വെള്ളം കുടിക്കുന്നവരേ ഉള്ളൂ, അതിൽ കൂടെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ സന്തോഷത്തിൽ പങ്കുകൊണ്ടിരിക്കും. പെട്ടെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു. ശരീരം മുഴുവൻ വെന്ത് അത് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ ശുദ്ധീയ സ്ഥലത്തിൽ നിന്ന് വരികയാണ്. ഞാൻ മരിച്ചിട്ട് അത് ഒരു ദിവസമേ ആയുള്ളൂ. പക്ഷേ എനിക്കവിടെ 10,000 വർഷങ്ങൾ പോലെ ഞാൻ അങ്ങ് വിചാരിച്ചാൽ ഒരു കുർബാന ചൊല്ലി എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കുർബാന കഴിഞ്ഞു, ഇനി നാളെ രാവിലെ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ മനുഷ്യൻ അപ്പോൾ ചൂടായി, അരിശപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എടോ താൻ രാവിലെ വരെ ഇനി ശുദ്ധീകരണത്തിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കും മണിക്കൂറേ ഉള്ളൂ, എനിക്ക് വർഷങ്ങളാണ് അവിടുത്തെ വേദന. പഴിയെങ്കിൽ പെട്ടെന്ന് എനിക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലുമെന്ന് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം വളരെ കരുണയുള്ള ഒരു പിതാവായിരുന്നു പാദ്രെ പിയോ. അദ്ദേഹം ഉടൻ തന്നെ സങ്കീർത്തി ചെന്ന് ഈ മനുഷ്യന് വേണ്ടി ഒരു കുർബാന ചൊല്ലി. കുർബാനയുടെ അവസാനം അവൻ സ്വർഗത്തിൽ പോകുന്നത് കാണുകയും ചെയ്തു. ഹല്ലേലൂയ. വേറൊരു വ്യക്തി ഇതുപോലെ അടക്ക വന്നു. അദ്ദേഹം ഗാർഡൻ്റെ അകത്ത്, അതായത് പൂന്തോട്ടത്തിൽ പൂക്കളൊക്കെ പറിച്ച് ചെടികൾക്ക് വളമൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കുമ്പം ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു. ഇതുപോലെ തന്നെ ശരീരം പൊള്ളിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ സന്തോഷവാനായിട്ടിരിക്കുന്നത്. ഞാനത് എൻ്റെ പ്രസംഗത്തിൽ പലയിടത്തും പറഞ്ഞില്ല. ശുദ്ധീകരണത്തിലെ വേദന എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കത്തില്ല. വിശുദ്ധ അഗസ്തീനോസ്, അതുപോലെ വലിയ വലിയ മതശാസ്ത്രജ്ഞന്മാർ, ബൈബിൾ പണ്ഡിതന്മാരും എല്ലാം പഠിപ്പിക്കുന്ന വിശുദ്ധർ പറയുന്നതെന്നറിയാമോ? നമ്മുടെ ഈ ലോകത്തിലെ ഏത് സഹനത്തിന് 10 ഗുണിച്ചാൽ 10 ഇരട്ടിയായിട്ട് ചിന്തിച്ചാൽ അത്ര സഹനം അവർ സഹിക്കുന്നു. എന്നാൽ അവർ സന്തോഷത്തോടെ സഹിക്കുന്നു. ഹല്ലേലൂയ. കാരണം അവരുടെ സഹനം ഈശോയുടെ സഹനത്തോടെ അവർ ചേർത്ത് വെക്കുകയാണ്. അവർക്കറിയാം അവർക്ക് ഈ സഹനം ദൈവം തന്ന ദാനമാണ്. എന്തിന്? സ്വയം വിശുദ്ധീകരിക്കുവാൻ. ഇവിടെ നമ്മൾ അല്പം ചിന്തിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി വരെ മാറി ഈശോ ഏറെ സഹിച്ചു നമുക്കറിയാം. ആ സഹനം തുടങ്ങിയത് പിലാത്തോസിൻ്റെ അരമന മുതൽ, അഥവാ അതിന് മുമ്പ് മുതൽ ആ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ച് ആ രക്തം വിയർത്ത ആ നിമിഷം മുതൽ ഉള്ള ആ സഹനം നിങ്ങളുടെയും നമ്മുടെയും എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് വേണ്ടിയുള്ള സഹനമായിരുന്നു. ഈ യേശു ഇന്നും സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഹെബ്രായക്കാർക്കെതിരെ ലേഖനം അധ്യായം 6 വചനം 6 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് യേശുവിനെ അറിയുകയും യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവൻ്റെ വചനവും കേട്ട് ദൈവാനുഭവം ഉണ്ടായാൽ വീണു പോയാൽ അവരെ പുനരാനയിക്കുക അസാധ്യമാണ്. എന്നാൽ അവർ വീണ്ടും കർത്താവിനെ ക്രൂശിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ കർത്താവിൻ്റെ കുരിശു മരണം നമ്മൾ ഓർക്കും കണ്ടേ പോയി, തീർന്നു പോയി. ഇല്ല, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് സാവൂളിനോട് ഡമാസ്കസിലേക്ക് പോയ വഴി വെച്ച് ചോദിച്ചില്ലേ, നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? ഹല്ലേലൂയ. അന്ന് കർത്താവ് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുമ്പോഴാണെന്ന് ഓർക്കണം. ഇവിടെ നമ്മൾ അല്പം കൂടെ മനസ്സൊന്ന് തുറക്കണം കേട്ടോ. ആത്മീയമായിട്ട് ചിന്തിക്കണം. യേശു ദൈവമാണ്. ദൈവത്തിന് ഒരേ സമയം പല സ്ഥലത്ത് സന്നിധിയിലായിരിക്കാൻ പറ്റും, സാന്നിധ്യം കൊടുക്കാൻ കഴിയും. സ്വർഗത്തിൽ കണിച്ചു മാറ്റും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ ഈശോ തന്നെയാണ് അനുദിന ബലിയിൽ 5000-ഓളം അൽത്താരകളിൽ
വൈദികൻ ഇതെന്റെ ശരീരമാകുന്നു എന്ന് ബലിയർപ്പിക്കുമ്പോൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അതെങ്ങനെ ഈ 5 ലക്ഷത്തോളം അൽത്താരയിൽ എങ്ങനെ വരാൻ കഴിയും? അല്ലെങ്കിൽ ഞാനൊരു രോഗിയാകുമ്പോൾ എൻ്റെ അടുക്ക വരാൻ പറഞ്ഞാൽ സ്വർഗത്തിലല്ലേ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ഈ ഭൗമികായതയിൽ നിന്ന് ആത്മീയമായിട്ടൊന്ന് ഉയർത്തിയാലേ പറ്റൂ. ഹല്ലേലൂയ. അവിടുന്ന് ദൈവമാണ്. ദൈവം സർവവ്യാപി ആണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരേ സമയം പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും അതേസമയം നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി തുടർന്നും സഹനങ്ങൾ സഹിച്ചുകൊണ്ട് പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹനത്തിലേക്ക് നമ്മളെ വിളിക്കുന്നു കർത്താവ്. എന്തിന്? പങ്കുചേരാൻ. ഇനിയും അതാണ് ഇന്ന് ഒരു യേശു വിശ്വാസി തൻ്റെ സഹനത്തെ കാണേണ്ടത്. ഞാനതാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പങ്കുവെക്കുന്ന മക്കളെ, പ്രിയപ്പെട്ടവരെ, അതെ, മനസ്സിൽ ശരീരത്തിൽ ഏറെ പീഡകൾ ഞാൻ സഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കുറച്ച് പേർക്കെല്ലാം അറിയാം. ഞാൻ അതൊന്നും വിവരിക്കാൻ പറഞ്ഞതല്ല. ഇതിൻ്റെ സന്തോഷം ഞാൻ കണ്ടുമുട്ടി. കാരണം ഇതെല്ലാം കർത്താവിൻ്റെ കുരിശോട് ഞാൻ ചേർത്ത് വെക്കുന്നത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ട് കാണും അനീഷച്ചനെ പറ്റി ഞാൻ പറഞ്ഞത്. അനീഷച്ചൻ യൂറോപ്പിൽ എൻ്റെ കൂടെ വന്ന അവസരത്തിൽ എൻ്റെ കൂടെ ആയിരുന്നു. ഹോട്ടലിലും മുറിയിലും എല്ലാം താമസിക്കുന്നു, ധ്യാനിപ്പിക്കാൻ പോയിടത്തെല്ലാം. വെള്ളിയാഴ്ചകളിൽ എനിക്കുണ്ടാകുന്ന മുറിവും വേദനയും സഹനവും എല്ലാം കണ്ട പലയത്ത് എന്നോട് ഒത്തിരി അനുകമ്പ തോന്നി. എന്നാലും ഞാൻ ആ വെള്ളിയാഴ്ചകളിലും പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുഖത്തൊരു മ്ലാനതയും കണ്ടില്ല. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അച്ഛനിങ്ങനെ ഈ വേദനയെല്ലാം, ഇത്രയും ചോരയും പോയി വേദനയെല്ലാം ഉണ്ട്, ഈ വീൽ ചെയറിൽ ഇരിക്കുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടും, എന്നിട്ടും സന്തോഷത്തോടെ ഈ ആളുകളുമായിട്ട് ഇടപെട്ട് എങ്ങനെ ഈ വചനം പ്രഘോഷിക്കാൻ പറ്റുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പരിശുദ്ധാത്മാവ് തന്ന ഒരു ദാനമാണ്. ഈശോയുടെ കൂടെ ഞാൻ ആ സഹനം സഹിക്കുന്നു. മരണശേഷം എനിക്ക് പ്രത്യക്ഷനായ അച്ഛൻ പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് ഈ സത്യം മനസ്സിലാകുന്നു, അന്ന് എനിക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ. അന്ന് അച്ഛൻ ജർമ്മനിയിൽ വെച്ച് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എങ്ങനെ അച്ഛൻ ഇത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്കൊട്ടും മനസ്സിലായില്ല. ഇപ്പം എനിക്കറിയാം. ഇത് പറയുമ്പോൾ അനീഷച്ചൻ്റെ ശരീരത്തിലെ മാംസം വെന്തിട്ടുണ്ട്, എല്ല് കാണാൻ പറ്റും. എന്നാൽ സുസ്മേരവദനായ സന്തോഷത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ തീയിലാണ് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഇപ്പോൾ ബിജിലച്ചനൊരു ഗ്രിഗോറിയൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ പറഞ്ഞതുകൊണ്ട്. കാരണം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ ബിജിലച്ചനെ വിളിച്ച് ആശ്വസിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് തന്നെ തുടങ്ങണം ഒരു ഗ്രിഗോറിയൻ കുർബാന നമ്മുടെ അച്ഛന് വേണ്ടി എന്ന്. അത് കഴിഞ്ഞ് ഞാനും തീരുമാനിച്ചു. കാരണം എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം ഞാൻ അപ്പോൾ വേറൊരാൾക്ക് വേണ്ടി ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനമെടുത്ത ഡയറി കുറിച്ചിട്ടു. ഓർക്കണമേ, ശുദ്ധീകരണത്തെ ആത്മാക്കൾക്ക് ഇതെല്ലാം അറിയാം. പറയാൻ അച്ഛൻ ഡയറിയിൽ അത് കുറിച്ചിട്ടത് എനിക്കറിയാം. ഞാൻ അധികം താമസിക്കാതെ സ്വർഗത്തിൽ പോകും. ഇതൊക്കെ സംസാരിച്ച് പറയാണ്, എന്താണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന സഹനമെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന്. ഹല്ലേലൂയ. ശുദ്ധീകരണത്തിലെ സഹനം ഭയപ്പെടുത്തുന്നത് അല്ല. ഞാൻ വീഡിയോ ഇറക്കിയത് പലരും കണ്ടുവെച്ചാൽ എൻ്റെ കമൻറ്റ് പലരും എഴുതി, ഈ മഞ്ഞാക്കൾ എല്ലാവരും പേടിപ്പിക്കുകയാണ്. അല്ല, ഇത് ഭയപ്പെടുത്താൻ പറഞ്ഞല്ല. ശുദ്ധീയ സ്ഥലം ഭയപ്പെടേണ്ട ഒരു സ്ഥലം അല്ല എന്ന് വീണ്ടും മക്കളെ നിങ്ങളോട് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. സന്തോഷത്തിൻ്റെ സ്ഥലമാണ്. നിങ്ങൾ ഓർക്കണം, ശുദ്ധീരാത്മാക്കൾ വിശുദ്ധരാണ്. ഹല്ലേലൂയ. അറും പാപികൾ നരകത്തിലേ പോകുള്ളൂ. ഇത് നമ്മൾ ചെയ്ത പാപങ്ങളുടെ കടം വീടാനാണ് പോകുന്നത്. ഹല്ലേലൂയ. ഞാനതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. കാരണം നമ്മുടെ 2 തരം ശിക്ഷകളുണ്ട്. ഒന്ന് നിത്യശിക്ഷ, മറ്റ് താൽക്കാലിക ശിക്ഷ. നാം ഒരു മാരകപാപം ചെയ്താൽ കണിശമായിട്ട് നരകത്തിൽ പോകും. മാരകപാപത്തിൻ്റെ ശിക്ഷ നരകമാണ്. അതിനെയാണ് നിത്യശിക്ഷ എന്ന് പറയും. എന്നാൽ അനുദപിച്ച് ഇനി ആ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ നല്ല കുമ്പസാരം നടത്തി നല്ല ജീവിതം പ്രായശ്ചിത്തത്തോടുകൂടി ആരംഭിക്കുമ്പോൾ നമുക്ക് നിത്യരക്ഷയുണ്ട്, നിത്യശിക്ഷ ഇല്ല. ഇതാണ് നമ്മൾ വായിക്കുന്നത് റോമ 8:1. ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നരകമില്ല എന്ന് ചുരുക്കം. നല്ല കുമ്പസാരം നടത്തി നല്ല ജീവിതത്തിന് വേണ്ടി തീരുമാനമെടുത്തു. പിന്നെയും വീഴ്ചകളൊക്കെ ഉണ്ടായിന്ന് വരാം. വീണ്ടും കുമ്പസാരിച്ച് പോകുന്നു, അവർ നിത്യശിക്ഷ നരകത്തിൽ പോവുകയില്ല എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ മക്കളെ, നമ്മൾ ആരും നരകത്തിൽ പോയില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുകൊണ്ട് അതേപ്പറ്റി ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ തിരുസഭയുടെ പഠനവും നമുക്ക് ബൈബിൾ പഠനവും എല്ലാം വിശദീകരിച്ച് പറയാൻ സമയമില്ല. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടും. വായിച്ചില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. ഇവിടെ വിൽക്കുന്നുണ്ട്. നിത്യത ദർശിച്ച നിമിഷങ്ങൾ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉടൻ തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയുള്ള മലയാളം പുസ്തകം വരും, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് പുറത്ത് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഞാൻ നിത്യതയെപ്പറ്റി എഴുതിയിട്ടുള്ള കുടുംബവൃക്ഷ വിശുദ്ധീകരണത്തെപ്പറ്റി, അതായത് പാപത്തിൻ്റെ ശാപത്തിൽ നിന്നുള്ള മോചനം, ഈ പുസ്തകത്തിലൊക്കെ ഞാൻ വ്യക്തമാക്കി പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതായത് താൽക്കാലിക ശിക്ഷ ഉണ്ട് നമ്മുടെ പാപങ്ങൾക്ക്. ഉദാഹരണം, ഞാൻ എത്ര നല്ലപോലെ കുമ്പസാരിച്ചാലും ഒരു പക്ഷെങ്കിൽ പാപത്തിൻ്റെ കറ എന്നിൽ അവശേഷിക്കുന്നു. കുറ്റബോധമായിട്ടായിരിക്കാം, മുറിവുകളായിട്ടായിരിക്കാം, ഒരു പക്ഷേ ഭയമായിട്ടായിരിക്കാം. ഇനിയും മാത്രമല്ല, ഞാനൊരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, ഞാൻ വിജിലച്ചൻ്റെ അടുക്കൽ നിന്ന് ഒരു 1000 രൂപ കട്ടെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പോയി കുമ്പസാരിക്കാം. വിജിലച്ചൻ്റെ അടുക്കൽ നിന്ന് ഞാൻ 1000 രൂപ കട്ടെടുത്തു എന്ന്. അപ്പോൾ അച്ഛൻ കേട്ടേച്ച് പറഞ്ഞാൽ തിരിച്ചു കൊടുത്താൽ കൊള്ളാം കേട്ടോ, എന്നാലും പാപം ക്ഷമിക്കുന്നു. അച്ഛൻ പാമോചനം തന്നു. അച്ഛൻ എനിക്കൊരു പ്രായശ്ചിത്തവും തന്നു. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ പറഞ്ഞ ഉറിയും ഒരു തീർത്ഥ സ്തുതിച്ചൊല്ല. ഞാനതും ചൊല്ലി എൻ്റെ പാപം മോചിക്കപ്പെട്ടു. ഞാൻ കണിശമായിട്ട് നരകത്തിൽ പോയില്ല. പക്ഷേ ഈ 1000 രൂപ അച്ഛന് തിരിച്ചു കൊടുക്കാത്തിടത്തോളം കാലം കടം കിടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വ്യക്തമായി നിങ്ങളെ മനസ്സിലാക്കുന്നതാണ്. ഈ കടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ വേറൊന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ടേ പറയും നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ഭാഷയിൽ ഉത്തരിപ്പ് കടം എന്ന്, കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നത്. ഇത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഉദാഹരണമായിട്ട്, ഞാൻ ഒരാളുടെ സൽപ്പേര് കളഞ്ഞു, അയാളെപ്പറ്റി അപകീർത്തി പറഞ്ഞു, വേണ്ടാധീനം പറഞ്ഞു, ആളുടെ പേര് കളഞ്ഞു. ഞാൻ ചെന്നു, ക്ഷമിച്ചു, രമ്യപ്പെട്ടു. ഒരു പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു, ഒന്നിച്ച് കുർബാനയിൽ പോയി പങ്കുകൊള്ളുന്നു. എന്നാലും അവൻ്റെ ആ മാനം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിനൊരു കടം കിടപ്പുണ്ട്. ഹല്ലേലൂയ. വേറെ അല്പം കൂടി തിരുത്തി പറയുകയാണെങ്കിൽ, ഞാനൊരു അബോർഷൻ, അതായത് ഭ്രൂണഹത്യ നടത്തി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ എൻ്റെ ഉദരത്തിൽ കൊന്നു. ഞാൻ മനസ്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നു. എൻ്റെ പാപം കർത്താവ് കണിശമായിട്ടും ക്ഷമിക്കും. ഞാൻ മരിച്ചാൽ നരകത്തിൽ പോവില്ല, നിത്യരക്ഷയുണ്ട്. കാരണം ഞാൻ യേശുക്രിസ്തുവിനോട് കൂടിയാണ്. ആകയാൽ യേശുക്രിസ്തുവോട് ഐക്യപ്പെട്ടവർക്ക് ഈ ശിക്ഷാവിധി ഇല്ല. നല്ല കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം ഈശോയോടുകൂടി ഐക്യപ്പെട്ടിരിക്കുന്നു, സുനിശ്ചിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഞാൻ ചെയ്ത അനീതി, ഞാൻ മനുഷ്യകുലത്തോട് അനീതി ചെയ്തു. ഈ മനുഷ്യകുലം സ്വീകരിക്കേണ്ടതായിരുന്നു ആ കുട്ടിയെ. മനുഷ്യവംശത്തിൽ പിറക്കേണ്ട ഒരു കുട്ടിയാണ് ഞാൻ എൻ്റെ ഉദരത്തിൽ നശിപ്പിച്ചത്. ഇനി മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ പിറക്കേണ്ട ഒരു കുട്ടിയായിരുന്നു. അനീതി. ആ കുട്ടിയോട് തന്നെ അനീതി. ആ കുട്ടിക്ക് ജീവിക്കാൻ ഒരവകാശമുണ്ട്, നിങ്ങളെയും എന്നെയും പോലെ. ആ അവകാശം ഞാൻ കളഞ്ഞു. അപ്പോൾ അവിടെ ഒരു കടം കിടപ്പുണ്ട്. ഒരു കുട്ടിയെ ഞാൻ കൊന്നതിൻ്റെ കടം. ഭ്രൂണഹത്യ മാത്രമല്ല, ഏതും എല്ലാ പാപങ്ങളും വിശദീകരിച്ച് പറയാൻ എനിക്ക് സാധ്യമല്ല. എൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അതാണ് ഈ കടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കടം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ വീട്ടണമെങ്കിൽ ഞാനൊരു കുട്ടിക്ക്, ഒരു കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കണം. ഹല്ലേലൂയ. ഒരു കുട്ടിയെ വേണ്ട എന്ന് വെച്ച് ഞാൻ ഭ്രൂണഹത്യ നടത്തിയത് അതിൻ്റെ ട്രബിള്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാൻ പറ്റിക്കഴിഞ്ഞിട്ടാണ്. ഈ ബുദ്ധിമുട്ട് ഞാൻ വേറൊരാൾക്ക് വേണ്ടി സഹിക്കുമ്പോൾ ആ കടം വീടും. ഇവിടെ വെച്ചത് വീടിയിട്ടില്ലെങ്കിൽ ആ സഹനമാണ് ശുദ്ധീകരണ സ്ഥലം. ഹല്ലേലൂയ. ഇതാണ് കടങ്ങൾ അഥവാ താൽക്കാലികമായ ശിക്ഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മുടെ പാപത്തിൽ എത്രമാത്രം കടങ്ങളുണ്ടോ അതനുസരിച്ചിരിക്കും. അവിടെ എത്ര നാൾ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര കഠിനമായിരിക്കും എന്നുള്ളതല്ല. ഇനി ഞാൻ അത് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, പല പല വിശുദ്ധരുടെയും ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, മദർ തെരേസയുടെ ചരിത്രത്തിൽ, തെരേസ അവീലായത്, മാർഗറ്റ് മേരി അലക്കോക്ക്, മേരി മാഗ്ദലൻ എന്ന് പറയുന്ന ഒരാൾ, ഇങ്ങനെ ഒത്തിരി പേര് ഇതേപ്പറ്റി ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അവരെപ്രകാരം
കണ്ടുമുട്ടി എന്ന്. ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു സഹോദരിയായ ഒരാളാണല്ലോ എഫ്രീഷ്യാമ്മ, അവൾ കണ്ടത്. അതുപോലെ മറിയം തെരേസ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ട്, പഞ്ചക്ഷരം ഉള്ളവൾ ആയിരുന്നു. അവളാണല്ലോ ഈ ഹോളി ഫാമിലി കന്യാസികളുടെ സമൂഹം സ്ഥാപിച്ചത്. ശരീരത്തെ മുറിവുകളുമായിട്ട് വീടുകളിൽ പോകാതെ അവിടെ ചട്ടയൊക്കെ ഇപ്പോഴും ഇരിഞ്ഞാലക്കുട പല വീടുകളിലും പലരും സൂക്ഷിച്ചിട്ടുണ്ട്. ഇനിയും വെള്ളിയാഴ്ച ദിവസങ്ങളിലായിരുന്നു അവൾക്ക് രക്തം ശരീരത്തൂടെ ഒഴുകുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 9 മുതൽ 700 വർഷം വരെ ശുദ്ധീയ സ്ഥലത്തിൽ വിധിക്കപ്പെട്ട ആത്മാക്കൾ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ അടുത്ത് ചെല്ലുമായിരുന്നു. ഹല്ലേലൂയ. അവൾ പറയാണ് 700 വർഷത്തോളം വരെ സഹിക്കേണ്ടി വരുന്നവരെ ചെല്ലുമായിരുന്നു. എന്നിട്ട് പ്രാർത്ഥന ചോദിക്കുമായിരുന്നു. പറയാണ്, അതായത് ഈ ആത്മാക്കളെ തീവ്ര വേദനയോടെ താരതമ്യപ്പെടുത്തിയാൽ നിന്റെ സഹനങ്ങൾ നിസ്സാരമാണ്, അതുകൊണ്ട് നീ അവരെ സഹായിക്കുകയില്ലേ? മാതാവ് മറിയം തെരേസയോട് ചോദിച്ചത് ആണ്. ഇനിയും ആത്മാക്കളുടെ സഹനങ്ങൾ അവൾ ഏറ്റവും എടുക്കുമായിരുന്നു. എന്നിട്ട് അച്ഛന്മാരുടെ ഇടയ്ക്ക് ചെന്ന് പറയാമായിരുന്നു, കുർബാനയ്ക്ക് ഈ ആളിനെ ഓർക്കട്ടെ. ആത്മാക്കൾ പ്രത്യക്ഷപ്പെടും. അപ്പം മറിയം തെരേസ ചെന്ന് പറയും, വിജയിച്ച അല്ലെങ്കിൽ കാരിച്ച മഞ്ഞാക്കളിച്ച ഈ ആളിന് വേണ്ടി പ്രാർത്ഥിക്കണേ, ഒരു കുർബാന ചെല്ലണേ എന്നൊക്കെ ചെന്ന് ഈ സിസ്റ്റർ ചോദിക്കുമായിരുന്നു. മാത്രമല്ല തൻ്റെ സഹനങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കുർബാനയുടെ സമയത്ത് അവൾ ആത്മാക്കളെ കാണുമായിരുന്നു, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, ത്യാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു. പറയുകയാണ്, ഒരു വൈദികൻ, ഒരു ചെറുപ്പക്കാരനായ വൈദികൻ 1913, ഓർക്കണം ഇത് പഴങ്കഥയല്ല, പുതിയ കഥയാണ്. ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മറിയം തെരേസ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കണം. ഒരു വൈദികൻ ചെന്ന് പറയാണ്, എനിക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കണമെന്ന്. ഹല്ലേലൂയ. എത്രയോ കുർബാനകൾ അർപ്പിച്ചുള്ള ഒരു വൈദികനാണെന്ന് ഓർക്കണം. എങ്കിലും ആ കുർബാനയുടെ ഫലം ശുദ്ധീകരണത്ത് കിട്ടാനായിട്ട് അമ്മയോട് പറഞ്ഞു, മറിയം തെരേസയോട് പറഞ്ഞു, ഒരച്ഛനെ കൊണ്ട് കുർബാന ചൊല്ലിക്കാൻ. ഇനിയും അവൾ കുർബാന ചൊല്ലിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഞാൻ ഇപ്പോൾ സ്വർഗത്തിലായി എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ ഒരു ഇടവക അംഗം മരിച്ച് 8-ാം ദിവസം അടുത്ത് വന്ന് പ്രാർത്ഥനയും കുർബാനയും ചോദിച്ചു. അവൾ പല വീടുകളിൽ പോയി കുർബാനയ്ക്കുള്ള പണം തെണ്ടി. നിങ്ങൾക്കറിയാം, മറിയം തെരേസ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ കാശില്ലായിരുന്നു കുർബാനപ്പണം കൊടുക്കാൻ. അതുകൊണ്ട് പല ആളുകളൊക്കെ പോയി തെണ്ടി കുർബാനപ്പണം ഉണ്ടാക്കി ഒരച്ഛന് കൊടുത്ത് കുർബാന അർപ്പിച്ചു കഴിഞ്ഞ രാത്രിയിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഞാനിപ്പോൾ സ്വർഗത്തിലാണ് എന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് മറിയം തെരേസയോടും എഫ്രീഷ്യാമ്മയോടും ഒക്കെ. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായ സഹനങ്ങൾ, ആത്മാക്കൾക്ക് വേണ്ടി അവരെങ്ങനെ സഹിച്ചുവെന്നും എപ്രകാരം ആത്മാക്കളെ അവർ കണ്ടുവെന്നും ഒക്കെ ഉള്ളത് വെറും കെട്ടുകഥയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കൂടുതൽ കർത്താവ് ഇത് മനസ്സിലാക്കി തരുന്നു. വളരെ മനോഹരമായ ഒരു ചരിത്രം, അടുത്തൊരു കാലത്തെ ചരിത്രം ആണ്. അതായത് പോളണ്ടിൽ ഒരു വിശുദ്ധനായ സ്താനിസ്ലാവോസ് എന്നൊരു മെത്രാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ഞാൻ പോയിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം മരിച്ചത് 1929 അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത് നമ്മുടെ ബെനഡിക്റ്റ് മാർപ്പാപ്പ ആണ്. ഇവിടെ അദ്ദേഹം മെത്രാനായിരുന്നപ്പോൾ ഒരു അനാഥശാലയ്ക്ക് വേണ്ടി ഒരു സ്ഥലം മേടിച്ചു. അപ്പോൾ അനാഥശാല നടത്താൻ തുടങ്ങിയ ആളുകളെല്ലാം കൂടി 10-200 പേരുണ്ട്. അവിടുത്തെ രാജാവിന് ഈ മെത്രാനെയും കത്തോലിക്കരെയും കണ്ടുകൂടാ. എങ്ങനെയും കത്തോലിക്കർ എന്ത് ചെയ്താലും എതിരായിരുന്നു രാജാവ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ബന്ധക്കാരെ കൂട്ടി ഇണക്കിയിട്ട് ഈ പിതാവ് മെത്രാനച്ചൻ പൈസ കൊടുക്കാതാണ് ഈ സ്ഥലം കൈയേറി എടുത്തതാണെന്ന് ഒരു കേസുണ്ടാക്കി. ഒരു കള്ളക്കഥ. ഹല്ലേലൂയ. ഇങ്ങനത്തുള്ള കള്ളക്കഥകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണല്ലോ. അപ്പോൾ രാജാവിന് സ്വാധീനം ഉണ്ടായിരുന്നു. നല്ല വക്കീലന്മാരെയും വെച്ചു. നമുക്കതിന് വക്കീലന്മാരെ പിടിച്ചാൽ ഏത് കേസ് നടത്താൻ പറ്റും, ഇല്ലേ? കൊലപാതകം അല്ലാതാക്കി മാറ്റാൻ പറ്റും. ചുമ്മാ മരിച്ചതിൻ്റെ കൊലപാതകമാണെന്ന് ആക്കാനും പറ്റും വക്കീലന്മാർക്ക്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്പം വക്കീലിനെയൊക്കെ വെച്ച് ഒരു കേസുണ്ടാക്കി, കള്ളക്കേസ്. പിതാവ് പൈസ കൊടുക്കാതെയാണ് ഈ സ്ഥലം മേടിച്ചത് എന്ന്. ഈ പിതാവ്, ഈ ബിഷപ്പ് ദിവസം
5 മണിക്കൂർ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ത്യാഗങ്ങൾ അർപ്പിക്കുകയും ശുദ്ധീകരണ സ്ഥലത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മെത്രാനായിരുന്നു. ഇത് കേട്ടപ്പം, അത് ഈ കള്ളക്കഥ കേട്ടപ്പോൾ, അതായത് മജിസ്ട്രേറ്റിൻ്റെ വിധിയാണ് വന്നിരിക്കുന്നത്, സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് വീട്ടുകാർക്ക്. കാരണം അനാശാസ്യമായിട്ടെടുത്ത സ്ഥലമാണെന്ന്. അദ്ദേഹം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. 3 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ അദ്ദേഹം ഉപവസിച്ച് ശുദ്ധീകരണാത്മാക്കളെ ആത്മാക്കളോടും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും ചോദിച്ച് ഒരു കുരിശുരൂപവുമായിട്ട് ശവകുടീരത്തിൽ ചെന്നു. 3 കൊല്ലം മുമ്പ് മരിച്ച പീറ്റർ എന്ന് പറയുന്ന പിതാവിന് സ്ഥലം വിറ്റ മുതലാളിയുടെ ആ ശവകുടീരത്തിൽ ചെന്നു. അദ്ദേഹം അത് അംശവടി കബറിടത്തെ തൊട്ടുകൊണ്ട് പറഞ്ഞു, പീറ്റർ കബറിടത്തിൽ നിന്ന് പുറത്തു വരുമെന്ന്. ഇത് പഴങ്കഥയല്ല, 1938 നടന്ന സംഭവമാണ്. അതൊക്കെ അത് കണ്ടു കേട്ട പൂർവികന്മാരുടെ മക്കളെയൊക്കെ ഞാൻ കാണുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ ഉടൻ തന്നെ അത് കബറിടത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ, അത് കബറിടം മാറി എന്നാണ് പറയുന്നത്, പുറത്തെ ആ പൊട്ടിത്തെറിച്ചു. അപ്പോൾ അവരെല്ലാവരും കാണുന്നത് എന്താണെന്നറിയാമോ? അസ്ഥി. 3 കൊല്ലമായി മരിച്ച ആളിൻ്റെ, പീറ്ററിൻ്റെ, പത്രോസിൻ്റെ അസ്ഥിയാണ്. ഉടൻ തന്നെ വീണ്ടും അദ്ദേഹം അംശവടി ആ എല്ലെ തൊട്ടുകൊണ്ട്, ആ അസ്ഥിയെ തൊട്ടുകൊണ്ട് എഴുന്നേക്കൂ എന്ന് പറഞ്ഞു. നമ്മൾ ഓർക്കണം, ഇതുപോലെ അതിവിശുദ്ധിയിൽ ജീവിച്ച മെത്രാന്മാരും അച്ഛന്മാരൊക്കെ നമ്മുടെ സഭയിൽ ഒരു കാലത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, കർത്താവ് സഭയ്ക്ക് കൊടുത്ത അധികാരം, കെട്ടാനും അഴിക്കാനും കൊടുത്ത അധികാരം വിശുദ്ധിയിലൂടെ അതെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ശക്തി, അതിൻ്റെയൊക്കെ ആണ് കാണാൻ സാധിക്കുക. ഈ ബിജിലച്ചനോ അതേ കാര്യച്ചിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. അതാണ് ആ കെട്ടാനും അഴിക്കാനും കർത്താവ് കൊടുത്ത ആ കൃപയുടെ ശക്തിയാണ് നിങ്ങൾ അവരിൽ കാണുന്നത്, അവരുടെ ശക്തിയല്ല. അപ്പോൾ ഈ പിതാവ് ഏറെ പ്രാർത്ഥന ഓർക്കണം. 3 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ്. അല്ല ചുമ്മാ ചെന്ന് പറയല്ലായിരുന്നു. ഇയാൾ എഴുന്നേറ്റു, അയാളെ വലതു കൈക്ക് പിടിച്ചോണ്ട് അദ്ദേഹം മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. ഹല്ലേലൂയ. അതെ, ആ തിരുമേനി, ആ മെത്രാന്റെ ധൈര്യം പറഞ്ഞു കൊടുക്കണം അല്ലേ? അംശവടിയും കൈപ്പിടിച്ച് ഇവനെ മറ്റു കൈ കൊണ്ട് പിടിച്ച് മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ ചെന്നു. അയാൾ സാക്ഷ്യം പറഞ്ഞു, ഇതിൻ്റെ പൈസ മുഴുവൻ ഞാൻ മേടിച്ചതാണ് പിതാവിനോട്, ഒരു കടപ്പാടുമില്ല, സ്ഥലം വിലയ്ക്കാണ് അത് ഞാൻ കൊടുത്തത് എന്ന്. പ്രിയമുള്ളവരെ, കോടതി ഉടൻ തന്നെ വിധിച്ചു, അത് വീട്ടുകാർ ആ സ്ഥലം തിരിച്ചു കൊടുക്കണമെന്നും പാരിതോഷികം കൊടുക്കണമെന്നും. ഹല്ലേലൂയ. ചരിത്ര സംഭവങ്ങളാണ് പ്രിയമുള്ളവരെ. അതെ, നമുക്കൊരു ജീവിതമുണ്ട്. അത് ഈ ലോകത്തിൽ നിന്ന് പിരിയുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രിയമുള്ളവരെ. അതെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഞാൻ ഈ വിശുദ്ധയുടെ എല്ലാം ചരിത്രം പറയുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഞങ്ങളുടെ സഭയുടെ മധ്യസ്ഥൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം പറയുമായിരുന്നു, കത്തോലിക്കർക്ക് അറിയാം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഉണ്ടെന്ന്, പക്ഷേ അവർ വേണ്ടും വിധം പ്രാർത്ഥിക്കുന്നില്ല എന്ന്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ അവർക്ക് വേണ്ടി ഉടൻ തന്നെ ഹൃദയം ഉയർത്തി 5 സ്വർഗസ്ഥനായ പിതാവേയും 5 നന്മ പറഞ്ഞവരെയും 5 തീർത്ഥസ്തുതിയും ചൊല്ലി ഞാൻ കാഴ്ചവെക്കുമായിരുന്നുവെന്ന്. ഹല്ലേലൂയ. നമ്മൾ നാടുകളിൽ നമ്മളിപ്പോൾ എത്രയോ മരണങ്ങൾ കേൾക്കുന്നു. ആ സമയത്ത് നിന്ന് ഹൃദയം ഉയർത്തി അവർക്ക് വേണ്ടി നമ്മളെന്ത് ഒരു സ്വർഗസ്ഥനായ പിതാവെയെങ്കിലും ചൊല്ലുന്നുണ്ടോ പ്രിയമുള്ളവരെ? അയാൾ ചത്തുപോയി, ഇയാൾ ചത്തുപോയി, അതെ അവിടുന്ന് പാട്ട് കേട്ടു, അച്ഛൻ വരുന്നുണ്ടൊക്കെ നമ്മൾ ഒത്തിരി പറയും. ഒരു സംസ്കാരത്തിലും പോയേക്കുമായിരിക്കും. പക്ഷെ ഹൃദയം ഉയർത്തി ആത്മാവിന് അത് ആത്മശാന്തി കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ചെയ്യേണ്ടതാണ് ഇതൊക്കെ. അത് നമുക്ക് ഏറെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ വേണേൽ കരുണയുടെ ഒരു കൊന്തയെല്ലാം പറ്റും. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുമേ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് അത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. അത് ഏറെ കാര്യങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അവിടെയും നമ്മൾ സ്വാർത്ഥതയാണ്. അതായത് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരു വിഷയം പ്രാർത്ഥിച്ചേക്കും, മറ്റുള്ളവരെ ഓർക്കില്ല. അയൽവക്കത്തെ മരിച്ചു, അവർ പോയി കുർബാന ചെല്ലിക്കട്ടെ, അല്ലെങ്കിൽ അവർ പോയി ചെയ്യട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ ഇപ്പോൾ കുർബാന നിങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചു നിങ്ങളുടെ കൂടെ. ആ സമയത്ത് ഒത്തിരി പേരെ കണ്ടു പ്രിയമുള്ളവർ, ഏറെ പേര് അതെ എന്നോടുകൂടെ ഇവിടെ ഈ കാരിശ്വവൻ്റെ ആരംഭത്തിൽ മുതൽ സഹകരിച്ചവരും പ്രാർത്ഥിച്ചവരും കൂടെ നടന്നവരൊക്കെ മരണം മൂലം വേർപെട്ടവർ അവരിവിടെ ചുറ്റും വന്നിട്ടുണ്ടായിരുന്നു. ഏറെ പേർ സ്വർഗത്തിലാണ്.
അവരുടെ ആ പ്രാർത്ഥന നമുക്കെല്ലാം കിട്ടി. ഏറെ പേര് ഇതിന് ചുറ്റുമുണ്ടായിരുന്നു, അൽത്താരയ്ക്ക് ചുറ്റും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് അതിശയോക്തി പറയല്ല, ഇതിൻ്റെ ഈ അൽത്താര നല്ലപോലെ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് തണ്ണിപ്പോയത്. ഞാനും തൊട്ടപ്പോഴത്തെ നീങ്ങിപ്പോയി. അതുകൊണ്ടാണ് ആ മെഴുകുതിരിക്കാലം നിലത്ത് വീണ് പോയതൊക്കെ. പ്രിയമുള്ള, ആ സമയത്ത് ഇവിടെ ചുറ്റും ആത്മാക്കളുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്ത് അവരായിരിക്കും തള്ളിയെന്ന്. ഹല്ലേലൂയ. അല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കണ്ടു ഇത് ഉറപ്പിച്ചിട്ടില്ല എന്നുണ്ടാ പോയത്. ഞാൻ പറയാൻ കാരണം, അതെ, ഇത് ആധ്യാത്മിക കണ്ണുകൾ തുറന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതെ, ഞാൻ തുടങ്ങിയത് ഇതിനെപ്പറ്റിയുള്ള ബോധ്യം 1996 തുടങ്ങി. അപ്പോൾ അതെ, ആത്മാക്കൾ എൻ്റെ അടുക്ക വരാൻ തുടങ്ങി. അവർ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടാൻ തുടങ്ങി. കുർബാന ചെല്ലണമെന്ന് പറയാൻ തുടങ്ങി. അവരെ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അതായത് ഈ ആത്മാക്കൾ ഇങ്ങനെ ഓടി നടക്കുകയാണ് പ്രേതമായിട്ട്. അല്ല, ഞാൻ രഹസ്യം പറയട്ടെ. ആരെങ്കിലും ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാണെന്ന് ദൈവം കാണുമ്പോൾ ദൈവം ഈ ആത്മാക്കളെ അവരുടെ പക്കലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, നാം മരിച്ചു കഴിയുമ്പോൾ നമ്മൾ തനത് വിധിയാണ്. അത് ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണെന്നറിയാം ആ തനത് വിധി? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കുർബാനയുടെ സമയത്ത് പള്ളി വെച്ച് പറയുണ്ടായി. നമ്മൾ ഓർക്കും ഈശോ വിധിക്കുന്ന, ദൈവം വിധിക്കുന്ന അല്ല, തനതു വിധി നമ്മളാ വിധിക്കുന്നത്. നാം മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ ശരീരം വേർവിടും. ഭയങ്കരം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കേട്ട് കാണും, അതായത് ഈ ICUയിലെ ഭീകര മരണത്തെപ്പറ്റി ഞാനൊരു വീഡിയോ ഇറക്കി. പല ആത്മാക്കളും പറഞ്ഞു ഭീകര മരണമാണ്, അതായത് ആ രക്ഷപ്പെട്ടു എന്നറിഞ്ഞു. ആശുപത്രിക്കാർക്കൊരു ഇയാൾ മരിക്കുമെന്ന്, ഇയാൾക്ക് ഒത്തിരി യന്ത്രങ്ങളെല്ലാം ഘടിപ്പിച്ച് ICU കിടക്കുക ഒറ്റയ്ക്ക്. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു. രക്ഷയില്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തും, എല്ലാവരും കൊണ്ടുപോയും ചൊല്ലി ഈശോ മുറിയും ചൊല്ലി പ്രാർത്ഥന നടക്കുകയായിരുന്നു നമ്മുടെ കാരണവന്മാർ മരിച്ചുകൊണ്ടിരുന്നത്. ശരിയോ തെറ്റോ? ഇന്നിപ്പം അതിനുള്ള ഭാഗ്യം ആർക്കുമില്ല. ആ ഇരുട്ടുകൂട്ടിൽ ഒറ്റയ്ക്ക്. അതെ, ആ സമയം നിങ്ങൾ ഓർക്കണം, ശരീരം വേർപെടുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിമിഷമാണ്. അത് ഡോക്ടർമാർക്കോ മാനസിക വിദഗ്ധന്മാർക്കോ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതിയാ, ഞാൻ എൻ്റെ ശരീരത്തോട് വിട വാങ്ങുക. ഭയങ്കര നിമിഷം. ആ സമയം ഭയങ്കര നിമിഷമാണ്. പിശാചുക്കൾ വരും. എന്തിന്? എനിക്ക് വില വെച്ചാനായിട്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. അതൊക്കെ പണ്ട് കാരണവന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നു ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്നതും കൊണ്ട് ചെല്ലുന്നു ഒക്കെ, ഈശോമറിയും ചൊല്ലിക്കൊടുക്കുന്നു, സുഹൃതവൻ ചൊല്ലിക്കൊടുക്കുന്നു ഒക്കെ. ഇന്ന് ആ ഭാഗ്യമൊന്നുമില്ല. പ്രേമളി, ഞാൻ പറയാൻ കാരണം, അത് ആ സമയത്ത് ആ വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവം, നമ്മൾ ശവമെന്നാണ് പറയുന്നത്, എൻ്റെ ഡെഡ് ബോഡി കുളിപ്പിച്ച് നിരപ്പാക്കി പെട്ടിക്കകത്താക്കിക്കൊണ്ട് കുഴിച്ചിടും. എന്നാൽ ഞാൻ എന്നെ കുഴിച്ചിടാൻ ആർക്കും പറ്റില്ല. ബഹുമാനപ്പെട്ട അനിശേഷം പറയാറുണ്ടല്ലോ, ഇല്ലേ, മനുഷ്യൻ അമർത്യനാണ്, ഒരിക്കലും മരിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു താൽക്കാലിക ജീവിതം. അതെ, നമ്മുടെ ജീവിതം സ്വർഗത്തിലാണ്. നമ്മൾ അവിടുന്ന് വന്നു, അവിടത്തേക്ക് പോകുന്നു. അതെ, നമ്മുടെ നിക്ഷേപം അവിടെ ഉണ്ടായിരിക്കണം. അതെ, അങ്ങോട്ട് പോകാനുള്ള വീസായും നമുക്കുണ്ടായിരിക്കണം. ഈ OETയും ഇതൊക്കെ പാസ്സായി എങ്ങനെയും ഓസ്ട്രേലിയക്കോ അമേരിക്കയ്ക്കോ പോകാൻ വീസ ഉണ്ടാക്കുന്നതിന് പകരം മക്കളെ ആദ്യം സ്വർഗത്തിൽ പോകാൻ ഒരു വീസ ഉണ്ടാക്കണം. ഹല്ലേലൂയ. കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയർക്ക് ലേഖനം അധ്യായം 3:20. അതെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. ഓ, മറക്കരുത്. അതുകൊണ്ടാണ് അതെ പത്രോസ്ലീഹായിലൂടെ വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും ദൈവത്തിന് സ്വന്തവും വിശുദ്ധരും രാജകീയ പുരോഹിതരും കർത്താവിന് നന്മകൾ പ്രഘോഷിക്കാനുള്ളവരുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ കാഴ്ചപ്പാട് എൻ്റെ മക്കളെ, നമ്മൾ ഈ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണേ, ഞാൻ പറഞ്ഞ ഭൗമിക കാര്യങ്ങൾ നമുക്ക് വേണം. പക്ഷെ അതിനും ഉപരിയായിട്ട് ദൈവമേ, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ പഴയ, ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞ, അച്ഛാ, പണ്ട് മഞ്ഞാക്കച്ച പ്രസംഗിച്ചുണ്ടാക്കിയ ഒരു കാസറ്റ് ഞാൻ വണ്ടിയിൽ ഇട്ടുകൊണ്ട് കേൾക്കുമായിരുന്നു. ഇപ്പോഴും അത് വെച്ച് ഞാൻ കേൾക്കാറുണ്ട്. വണ്ടിയിലല്ല, വീട്ടിലിരുന്നുകൊണ്ട്. അത് ഞാൻ വേറെ കാസറ്റിലാക്കി. മരണത്തെപ്പറ്റി ഞാൻ പറഞ്ഞത്, അതായത് ഒരു അന്തോണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ചു കാറി ഒരു മനുഷ്യൻ മരിച്ചത്.
എൻ്റെ അനുഭവമാണ്. ഞാൻ ഏറ്റുമാനൂർ സെമിനാറിലായിരുന്നപ്പോഴായിരുന്നല്ലോ വചനപ്രഘോഷണം ആരംഭിച്ചത്. ഒരിക്കൽ മരിക്കാനായി കിടക്കുന്ന ഒരു മുതലാളിയുടെ വീട്ടിൽ ഞാൻ തച്ചിനിരുന്നു ആളെ മരിപ്പിക്കാൻ. ഹല്ലേലൂയ. ഇങ്ങനെ അടുക്കിലിരിക്കുന്നു. അതേപ്പറ്റി വിശദീകരിച്ച് പറയാൻ സമയമെടുക്കും, പറയുന്നില്ല. മരിക്കാറായ സമയം. അപ്പം മക്കളുണ്ട്, മരുമക്കളുള്ള വീട് നിറച്ച ആളുണ്ട്. ഇയാൾ കിടന്ന് വലിയ ബഹളം വെക്കുന്നുണ്ട്, അത് കാര്യം കൈവിട്ടടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ അവസാനത്തെ ശ്വാസം വിടാണ് അന്തോണി എന്തൊരു കാർച്ചയാണ്. ആ വീട് കുലുങ്ങി. ഞാനും ഞെട്ടി. ഞാൻ പോയി പ്രാർത്ഥനാ പുസ്തകം എടുക്കാം ചെല്ലാനായിട്ട്. കാരണം മരിക്കാൻ നേരത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ ആ പ്രാർത്ഥന ചെല്ലാനായിട്ട് ഞാൻ പുസ്തകം തപ്പുക. അപ്പൊ എന്നെ കിടീടാ വരക്കാം. അന്ന് ഞാൻ കൊച്ചച്ഛനാ. അന്ന് എനിക്ക് വലിയ അച്ഛനായിട്ട് 3 കൊല്ലമേ ആയുള്ളൂ. അപ്പൊ ഇയാൾ നോക്കി എനിക്ക് പേടിയാന്ന് ഇയാൾ എഴുന്നേറ്റ് വരുമോന്ന്. ഹല്ലേലൂയ. ഭയങ്കര അരച്ച് തല രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മരിച്ചു. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി പുറത്തിറങ്ങിയ മൂത്ത മകൻ, 11 മക്കളുണ്ട്, 11. 2 പേര് അച്ഛന്മാരാണ്, മിഷണറിമാരുമാണ്. ഞാൻ വീട്ടുപേരും പേരൊന്നും പറയില്ല. ഓക്കെ. ഇനിയും മൂത്ത ചേട്ടൻ ചോദിച്ചു, അച്ഛാ പേടിച്ചോ? ഞാൻ കൊച്ചത്തിനെ അതുകൊണ്ട് ചോദിച്ചു പേടിച്ചോ എന്ന്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. നുണയാ പറഞ്ഞ്, പേടിച്ചാന്ന് സത്യത്തിൽ. എങ്കിലും ഞാൻ ഇല്ല, ഞാൻ അച്ഛൻ പേടിച്ചെന്ന് പറഞ്ഞ മോശമല്ലേ. അതുകൊണ്ട് ഞാൻ ഇല്ല, അച്ഛൻ പേടിച്ച് കാണും. ആരാന്നറിയാവോ? അച്ചാച്ചൻ അവരപ്പനെ വിളിച്ചത്. അച്ചാച്ചൻ അന്തോണി എന്ന് വിളിച്ച ആരാന്നറിയാമോ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അന്തോണി ശുണ്ണാനെ ആയിരിക്കും വിളിച്ചത് ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ എന്താണെന്നറിയാമോ? പറമ്പിൽ കിടന്ന പാവപ്പെട്ടവനെ എൻ്റെ അപ്പൻ തള്ളിക്കൊന്ന് കിണറ്റി കുഴിച്ചിട്ടതാണ്. കാശ് കൊടുത്ത കേസൊക്കെ ജയിച്ചു. ഞങ്ങൾ മക്കൾക്കെല്ലാം അറിയാം. അപ്പൻ അതൊക്കെ ഏറ്റു പറഞ്ഞത് കുമ്പസാരിച്ച് നല്ല മരണം മരിക്കണമെന്നൊക്കെ ഞങ്ങൾ മക്കൾ ചുറ്റും പ്രാർത്ഥിച്ചതും മനസ്സിൽ. പക്ഷെ നടന്നില്ല. അത് അപ്പം കുമ്പസാരിക്കില്ല തച്ചാ. ആ അന്തോണിയെ കണ്ടിട്ടാണ് വിളിച്ചത്. ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയിരുന്നു. ഇത് പറഞ്ഞ ഒരു പ്രശ്നം ഇങ്ങനെയല്ല, നാടകീയമായിട്ട് ഞാൻ അവതരിപ്പിച്ച ഒരു കാസറ്റ് ഒരാളുടെ കയ്യിലുണ്ടായാൽ പറഞ്ഞ അച്ചാൽ ഞാൻ ഓർക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, മരണം മൂലം നാം ശരീരത്തിൽ വേർപെടുമ്പോൾ നമുക്ക് ഒരു ആത്മീയ ശരീരം ദൈവം തരും. ഞാൻ ഉദാഹരണം പറയാം. ഈശോ മരിച്ചു, ഈശോയെ അടക്കി, സത്യമാണ് അല്ലേ? നമുക്ക് ആർക്കൊരു സംശയം അടക്കിയെന്ന്. എന്നാൽ 3-ാം ദിവസമാണ് ഈശോ ആ ശരീരത്തോടെ ചേർന്ന് ഉയർത്തെഴുന്നേറ്റത്. അതും സത്യമാണ് അല്ലേ? വിശ്വാസ സത്യം. ഈ 3 ദിവസം ഈശോ എന്തു ചെയ്തു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. പാതാളത്തിൽ ഇറങ്ങി തടവിലായിരുന്നവരോട് സുവിശേഷം പ്രഘോഷിച്ചു. നമ്മുടെ വിശ്വാസം അന്ന് വരെ മരിച്ച സകലരെയും കൂട്ടിക്കൊണ്ടാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു ശരീരമില്ലാണ്ട് പ്രസംഗിക്കാൻ പറ്റിയല്ലോ. കണിശമായിട്ട് ആ 3 ദിവസങ്ങളിൽ യേശുവിന് പ്രത്യേക ശരീരം ഉണ്ടായിരുന്നു. ഒരു ആത്മീയ ശരീരം. പൗലോസ്ലീഹ അത് വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് സമയമെടുപ്പ് വായിച്ചോക്കെ, ഇതൊക്കെ വായിക്കാൻ നേരമില്ല. 1 കൊറിന്തോസ് 15-ാം അധ്യായം വിവിധ ശരീരങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതായത് പശുവിനൊരു ശരീരം, ആടിനൊരു ശരീരം, പക്ഷിക്കൊരു ശരീരം, മത്സ്യത്തിനൊരു ശരീരം, മനുഷ്യനൊരു ശരീരം. അതുപോലെ മരണം മൂലം വേർപെട്ടവർക്കും ആത്മീയ ശരീരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് അമർത്യതയെപ്പറ്റിയും നിത്യതയെപ്പറ്റിയും പറയുന്ന ഒരു പ്രത്യേക ഭാഗമാണ് 1 കൊറിന്തോസ് 15-ാം അധ്യായം. ഉത്ഥാനത്തെപ്പറ്റി പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇത് വായിച്ചിരിക്കണം, എല്ലാവരും വായിച്ചിരിക്കണം. അപ്പോൾ ഈ ശരീരവുമായിട്ടാണ് നമ്മൾ ഈശോയുടെ മുമ്പിൽ ചെല്ലുന്നത് വിധിക്കായിട്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് ഞാൻ പറയുന്നത് അതായത് വളരെ ശാസ്ത്രീയമായിട്ട് മരണാനന്തര അനുഭവം ഉണ്ടായിരുന്ന 8000-ഓളം ആളുകളെ പഠിച്ച ഒരു വൈദികൻ്റെ പുസ്തകത്തിൽ ഞാൻ കണ്ടതാണ്. അതായത് മരണാനന്തര അനുഭവം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതി ആശുപത്രിയിൽ നിന്ന് ഒരു വിഷയം മോർച്ചറിയിൽ കൊണ്ടുവച്ചു, അത് വീട്ടിൽ പറഞ്ഞു, അത് കഴിഞ്ഞ് ജീവൻ വന്നവർ. അപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ ക്രോഡീകരിച്ച് എഴുതിയത്. അതും നിങ്ങൾ എൻ്റെ കാര്യശോധിയിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ച് കാണുമായിരിക്കും. ഇല്ലെങ്കിൽ ആ കാര്യശോധിയുടെ പതിപ്പ് വാങ്ങിച്ച് വായിക്കൂ. ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾ തുടർച്ചയായിട്ട് എഴുതിയത് അതിനെപ്പറ്റിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതായത് ആ സമയം ഒരു വലിയ പ്രകാശമായിട്ടാണ് ആത്മാവ് അഥവാ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ വ്യക്തി ദൈവത്തെ കാണുന്നത്. ആ പ്രകാശത്തിൽ ഒന്നും മറച്ചു വയ്ക്കുകയില്ല, എല്ലാം കാണാം. നന്മയും തിന്മയും ചെയ്ത് മുഴുവൻ നല്ലപോലെ കാണാം. അവിടെ വെച്ച് സ്വയം വിധിക്കുകയാണ്. ഒന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നിപ്പം
അവിടെ മാർപ്പാപ്പ വരികയെന്നിരിക്കട്ടെ. മാർപ്പാപ്പ ഒന്ന് കാണണം. നീ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കാൻ നോക്കും ഇല്ലേ? നീ കുളിച്ചില്ലെങ്കിൽ നല്ലപോലെ കുളിക്കും. ഇല്ല, ഇനിയും കീറിപ്പറഞ്ഞാണെങ്കിൽ നല്ലൊരു വസ്ത്രം കടവേരും മേടിക്കും. ശരിയല്ലേ? പെണ്ണുങ്ങളാണെങ്കിൽ കടം മേടിച്ചൊരു മാലയും കൂടി ഇടും, ഒരു സ്വർണ്ണമാല. ശരിയാണോ? മാപ്പാപ്പായെ കാണാൻ പോകുന്നതല്ലേ? അപ്പോൾ ഏറ്റവും നിനക്ക് നിന്റെ ശരീരത്തെ അലങ്കരിക്കാവുന്ന ഭംഗിയായി വെടിപ്പായിട്ട് നീ ആ മാപ്പാപ്പാടെ അടുക്ക് വരുള്ളൂ. എങ്കിൽ പരിശുദ്ധൻ 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 എന്ന് 24 മണിക്കൂറും കോടിക്കണക്കിന് മാലാഹാമാ സ്വർഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ അശുദ്ധി പോലും നമ്മൾ കണ്ടുകൊണ്ട്, ഞാൻ ദൈവമേ അവിടുത്തെ മുഖാഭിമുഖം കാണുവാൻ അനർഹനാണ്, അർഹതയില്ല എന്ന് സ്വയം വിധിക്കും. എനിക്ക് കഴിയണം, എന്നെ ശുദ്ധീകരിക്കണം, അല്ല അപ്പം പറ്റില്ല. ഉദാഹരണം, നീ കുളിക്കാതെ നാറിയ തുണിയുമായിട്ട് മാപ്പാപ്പാക്കാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആരും നിന്നെ അനുവദിക്കുക, വളണ്ടിയേഴ്സ് വന്ന് പുറത്ത് അടിക്കും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയും, നിനക്ക് തന്നെ തോന്നും എല്ലാവരും ശുഭവസ്ത്രധാരികളായിട്ട് മാപ്പാപ്പയുടെ ഇടയ്ക്ക് ഇരിക്കണം. ഇനി വേറെ ഭാഷ, ദൈവത്തിൻ്റെ അടുക്കൽ ശുഭവസ്ത്രധാരികളായിട്ട് എല്ലാവരും ഹല്ലേലൂയ പാടുന്ന നിമിഷം അത് കണ്ടുകൊണ്ട്, ദൈവമേ എനിക്കവിടെ പറ്റില്ല, ഞാൻ ഇനിയും ശുദ്ധീകരിക്കപ്പെടാനുണ്ട്. അപ്പോൾ നീ തന്നെ സ്വയം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോകും ശുദ്ധീകരണത്തിനായിട്ട്. അപ്പം നിന്റെ കൺമുമ്പിൽ നീ കാണും ശുദ്ധീകരണത്തിൻ്റെ സ്ഥലം. ദൈവമല്ല നിന്നെ അങ്ങോട്ട് വിടുന്നത്, നീ സ്വയം പോവുകയാണ്. അതാണ് തനതു വിധി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അതിവിശുദ്ധിയിലാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് നീ തന്നെത്താനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്വർഗത്തിലേക്ക് കാലുകുത്തും. നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചോദിക്കണം, നമ്മൾ എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും എനിക്ക് ആ വിശുദ്ധി ഉണ്ടെന്ന്? ഈശോ പഠിപ്പിച്ച 2 കാര്യങ്ങൾ മറക്കരുത്. പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുള്ള 2 വചനങ്ങൾ ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ കർത്താവ് മലയിലെ പ്രസംഗത്തിൽ സുവിശേഷ ഭാഗ്യത്തിൽ പറഞ്ഞതാണ്. അപ്പം ആ ഹൃദയ ശുദ്ധി ഉണ്ടെങ്കിലേ എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കൂ. ഹെബ്രായക്കാർക്ക് ലേഖനത്തിലും ഞാൻ വായിക്കുന്നത് അങ്ങനെയാണ്, ഹൃദയ വിശുദ്ധി കൂടാതെ അവിടുത്തെ കാണുക സാധ്യമല്ല. ഹല്ലേലൂയ. അത് വിശുദ്ധി കൂടാതെ കാണാൻ സാധ്യമല്ല. അപ്പോൾ അതാണ് ഭൂരിപക്ഷം ഈ വിശുദ്ധരും. ഒന്നെങ്കിൽ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തൂടെ പോകാതിരുന്നിട്ടില്ല. ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ശുദ്ധീകരണ സ്ഥലത്തൂടെ കടന്നു പോകാത്ത ഏക വ്യക്തി മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. മാതാവ് നമുക്കറിയാം കന്യകയായിരുന്നു, അവൾ ഉത്ഭവഭാവമില്ലാതെ ജനിച്ചു, അതുകൊണ്ട് അവൾക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ മാതാവ് ശുദ്ധീകരണ സ്ഥലം കണ്ടു, കാണിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഇന്ന് സദാസമയം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ്, അവരെ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നവളാണ് മറിയം. പ്രിയമുള്ളവരെ, എൻ്റെ അനുഭവം അതാണ്. നിങ്ങൾ ഈ വിശുദ്ധരുടെയൊക്കെ അനുഭവങ്ങളിൽ കാണാൻ സാധിക്കും. മാതാവ് അവരെല്ലാവരും കണ്ടു ശുദ്ധീകരണ സ്ഥലത്തിൽ ആളുകളെ സഹായിക്കുന്നത്. അത് ശുദ്ധാത്മാക്കൾക്ക് വേണ്ടി ഏറ്റവും തീഷ്ണതയോടെ പ്രവർത്തിച്ച് അവരെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്ന മാതാവാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ആ കുരിശിൽ വച്ച് മാതാവ് അവിടെ നിന്നപ്പോൾ കേട്ടതെന്താ? എനിക്ക് ദാഹിക്കുന്നു എന്ന് തൻ്റെ മകൻ പറഞ്ഞത്. ആ മകൻ ദാഹിച്ചത് ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് വേണ്ടി മാത്രമല്ല, മരണം മൂലം വേർപെട്ട ആത്മാക്കൾക്ക് വേണ്ടി കൂടിയാണ് ദാഹിച്ചത്. ആ അമ്മ കാണുകയാണ് അവർ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർ വിശുദ്ധരായിരിക്കാനായിട്ട് ആണ് മാതാവ് യത്നിക്കുന്നത്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മാതാവാണ് കൈക്ക് പിടിച്ച്. അത് വലിയൊരു സത്യം ഞാൻ പലർക്കും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്നും ഞാൻ മാതാവിനെ കാണുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചാണ് അമ്മയെ കാണുന്നത്. അതെ, നിശ്ചയമായിട്ടും മക്കളെ, അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടിയാണ് മെയിനായിട്ട്. നമ്മൾ ഒത്തിരി കടലാസ് എഴുതി മാറാനിടയ്ക്ക് കൊണ്ടുവരും, അവിടത്തേക്ക് വീശായ്ക്ക് പോകാൻ, ആ കാര്യം സാധിക്കാൻ, രോഗശാന്തിക്കായിട്ട്, പണം കിട്ടാൻ, സ്ഥലം വിറ്റാൻ, കടം വീടി കിട്ടാൻ, ഇതെല്ലാം പറയും. പക്ഷെ മാതാവിൻ്റെ ആഗ്രഹം എന്താണ്? ആ കുരിശിൽ ഈ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി ദാഹിച്ച ദാഹത്തിൻ്റെ
ആ ദാഹം തീർക്കാൻ ഇവരുടെ ആത്മാവ് വിശുദ്ധിയിലായിരിക്കണം, ഇവന്റെ ആത്മാവ് വിശുദ്ധിയിലായിരിക്കണം. ഇതിനു വേണ്ടിയാണ് മാതാവ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ മാതാവിനോടോ ഔഷധപിതാവിനോടോ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പൊ തന്നെ കാണാൻ സാധിക്കുമല്ലോ, എവിടെ ആൾക്കൂട്ടം, കാര്യശാസ്ത്രങ്ങൾ, ഭൗമിക കാര്യങ്ങൾ നേടുന്നിടത്ത് ആൾ കൂടുതൽ അല്ലേ, അവിടെ എല്ലാവരും കൂടും. അതായത് കടം പിടി കിട്ടി, ഇപ്പൊ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന എല്ലാം അതല്ല നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട് 1 കൊറിന്തോസ് അധ്യായം 15-19, ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ മറ്റാരെയെക്കാൾ നമ്മൾ ദൗർഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വന്നത് നമ്മളെ രക്ഷിക്കുവാനാണ്. അവൻ ഏക രക്ഷകൻ. അവൻ നമുക്ക് തരേണ്ടത് രക്ഷയാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ അവിടുത്തോടുകൂടി ഒന്നായി തീർന്ന സ്വർഗത്തിലായിത്തീരുക. അതാണ് രക്ഷ, അതാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം ഇതിനു വേണ്ടിയാണ് അമ്മ പരിശ്രമിക്കുന്നതും. അതുകൊണ്ടാണ് അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഞാൻ ആ വാക്യം പറഞ്ഞില്ല, പറയുന്നു. അത് 1 നമ്മൾ വായിക്കുന്നത് മത്തായി 5:48. പിതാവ് പൂർണ്ണൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നെഞ്ചത്ത് കൈവച്ച് എനിക്കോ നിനക്കോ പറയാൻ പറ്റുമോ ഞാൻ പൂർണ്ണനാണെന്ന്? ഇല്ല. ഞാൻ ഓരോ ദിവസവും രാവിലെയും വട്ടു എന്നെ മനസ്സാക്ഷി പരിശോധിക്കുമ്പോൾ കാണുന്നത് എത്ര അപൂർണനാണ്, എത്ര പാവിയാണ് ഞാൻ. എത്ര മൈലുകൾ, എത്ര കിലോമീറ്റർ നടന്നാലാണ് ഇനി എൻ്റെ ഈശോയിലേക്ക് എനിക്ക് ചെല്ലാൻ പറ്റുന്നത്. ഞാനത് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പരിശ്രമിക്കുന്നത്, പ്രാർത്ഥിച്ചും സഹനങ്ങൾ സഹിച്ചും എങ്ങനെയും എനിക്ക് ഈശോയുടെ അടുക്ക ചെല്ലണം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ ഈ വചനം പ്രഘോഷിച്ച് ലോകമെങ്ങും ചുറ്റി കടന്നു, കാര്യസ്വഭാവം പണിതു, ഒത്തിരി കാര്യങ്ങൾ, കാരിസ്മാരിയൻ സിസ്റ്റേഴ്സ് ഉണ്ടായി. അതെ, ഇതെല്ലാം ചെയ്തു, ഈ പുസ്തകങ്ങളൊക്കെ എഴുതി. അവസാനം അതെ ഞാൻ നരകത്തിൽ പോകാനിടയായ എൻ്റെ നരകമായിരിക്കും ഏറ്റവും വലിയ നരകം. അതുകൊണ്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും, എൻ്റെ ഈശോ എന്നെ വിശുദ്ധീകരിക്കണേ. ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കും. അതിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ്, കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന്. അതെ, അത് രണ്ടാമത് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് അധ്യായം 1:15-16. 1 പത്രോസ് അധ്യായം 1:15-16. ആദ്യത്തെ മാർപ്പാട് ചാക്രിയ ലേഖനമാണ്. അതെ, ദൈവം വിശുദ്ധിയിലായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധിയിലായിരിക്കൂ. ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഹല്ലേലൂയ. അപ്പൊ ഈ വിശുദ്ധിയുള്ള ജീവിതം, അപ്പോൾ ഇതാണ് അതെ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനം എന്ന് പറയും. നമ്മളെ വിശുദ്ധീകരിക്കുവാൻ ഭയപ്പെടാനുള്ളതല്ല. പിന്നെയോ അവർ പുണ്യവാന്മാക്കളാണ്. അതെ, അവർ സ്വർഗത്തിലേക്ക് കാലുകുത്താനായിട്ട് വാതിക്കൽ നിൽക്കുന്നവരാണ്. ഈ സഹനങ്ങൾ അവർ ഏറ്റെടുക്കുന്നത് എന്തിനു വേണ്ടി? കർത്താവിന് സഹനത്തോടുകൂടി ചേർന്ന് സ്വർഗത്തിൽ ചെന്ന് അവിടുത്തെ മുഖാഭിമുഖമായി കാണുവാനായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അത് വായിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു. എൻ്റെ സമയം തീർന്നു. അതെ, കാരണം ഇനിയും വിചലിച്ചും പറഞ്ഞു അതെ ഞാൻ സമയം 1:30 നിർത്തണമെന്ന്. അതുകൊണ്ട് ഞാൻ അത് നിർത്തുകയാണ്. വേറെ അവസരം കിട്ടുമ്പോൾ പിന്നീട് അത് പറയാം. 1 യോഹന്നാൻ അധ്യായം 3 1 മുതൽ 3 വരെ ഞാൻ വായിക്കുകയാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. നമ്മൾ ആരാണെന്ന് യോഹന്നാനിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ദൈവ മക്കൾ. ഹല്ലേലൂയ. നമ്മളൊക്കെ നമ്മുടെ ശാരീരിക അപ്പനെ അപ്പച്ച, അച്ചാച്ച, അച്ഛ എന്നൊക്കെ വിളിക്കാറുണ്ട്. ശരി, എന്നാൽ ക്രിസ്ത്യാനിയായ നീ ഓർക്കണമേ, ഈ ലോകം, ഈ ഭൂമി, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് സൃഷ്ടികർമ്മം നടത്തിയ എൻ്റെ ദൈവത്തെ എനിക്ക് അപ്പച്ച എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടി പരിശുദ്ധാത്മാവിലൂടെ. കൈയടിച്ച കർത്താവിനെ സ്തുതിക്കാം. ഈ കൈയടി ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. ഇതൊരു വലിയ ഭാഗ്യം, ഒരു ക്രൈസ്തവ ഭാഗ്യത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. ഈ ദൈവത്തെ, ദൈവം ഈ ഭൂമിയും പ്രപഞ്ചവും എല്ലാം സൃഷ്ടിച്ചവൻ, എനിക്ക് ജീവൻ നൽകിയവനെ അപ്പച്ചാന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ മടിപ്പോയിരിക്കാം, അടുത്തിരിക്കാം. അത് ഇത് ലോകത്തിന് ഇതറിയത്തില്ല. യോഹന്നാൻ പറയാ, ലോകത്തിലുള്ളവർക്ക് അറിയത്തില്ല. യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. എന്റെ ക്രിസ്ത്യാനി, നീ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല.
പലപ്പോഴും നമ്മൾ സ്വർഗത്തിനാപിതാവ് ചെല്ലുന്നുണ്ട്. എന്നാലും ഇപ്പോഴും എൻ്റെ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ കണ്ണീര് വരും. എൻ്റെ അപ്പച്ചൻ്റെ മടിയിൽ ഇരിക്കാൻ ഇഷ്ടമുണ്ട്. എൻ്റെ അപ്പച്ചൻ മരിക്കുമ്പോൾ എനിക്കൊത്തിരി വേദനയുണ്ട്. എന്നാൽ എൻ്റെ മരിക്കാത്ത അപ്പച്ചൻ, എന്നും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ അപ്പച്ചൻ, എൻ്റെ സ്വർഗീയ അപ്പച്ചൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ ബോധ്യം നമ്മൾ എത്ര പേർ കൊണ്ട്, പ്രിയമുള്ളവരെ? അതെ, എന്നിട്ട് അടുത്ത വചനം കേൾക്കൂ പ്രിയപ്പെട്ടവരെ. നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ആണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചത്? അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും. ആമേൻ. ഇനിയും ആ അവിടുത്തെ പോലെ ആകും. എന്താണ് ദൈവത്തിൻ്റെ സാദൃശ്യം? ദൈവം സ്നേഹമാണ്. ദൈവം സർവ നന്മയാണ്. ആണോ അല്ലയോ? അതെ. എങ്കിൽ ദൈവം വിശുദ്ധൻ, അതിവിശുദ്ധനാണ്. നിങ്ങളെന്നും കുർബാനയ്ക്ക് കേൾക്കുന്നതാണ്. ആ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുമ്പോൾ വൈദികൻ കരങ്ങൾ ഉയർത്തി പറഞ്ഞത്, ദൈവമേ അങ്ങ് അതിവിശുദ്ധനാകുന്നു, ആകയാൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഇത് വിശുദ്ധീകരിക്കണമേ എന്ന്. അപ്പോൾ ഈ 3 സ്വഭാവം ദൈവത്തിൻ്റെ ഛായ. അതാണ് എന്ത്? സ്നേഹം, വിശുദ്ധി, നന്മ. ഹല്ലേലൂയ. ഈ 3 നമുക്ക് കൊണ്ടുവന്ന് നെഞ്ചത്ത് കൈവച്ച് ഓരോ ദിവസവും നമ്മൾ പരിശോധിക്കണം. അതെ, ഇനിയും അതെ പറയാണ്, നമുക്ക് അവസാനം ദൈവം നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ ഇത് 3 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതെ നമ്മൾ ദൈവത്തെ പോലെ ആകുമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമാകുമെന്നല്ല, ദൈവത്തിന് സ്വഭാവമുള്ളവരാകും. അപ്പോഴാണ് ദൈവത്തോടുകൂടി ഐക്യപ്പെടുന്നത്. എങ്കിൽ അടുത്ത വചനം, ഈ പ്രത്യാശ ഉള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധൻ ആക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്നത് കന്യാസികൾക്കോ അച്ഛന്മാർക്കോ ഈ സ്വർഗത്തിൽ പുണ്യന്മാർ എന്ന് സഭ വിളിച്ചു പറഞ്ഞവർ മാത്രമല്ല. ഓർക്കണം, സ്വർഗത്തിലുള്ളവർ മുഴുവൻ വിശുദ്ധരാണ്. വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 21:27 അശുദ്ധമായൊന്നും സ്വർഗത്തിൽ പോവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് കങ്കേമനാകട്ടെ, പ്രധാനമന്ത്രി ആകട്ടെ, മാർപ്പാപ്പ ആകട്ടെ, ഏത് മെത്രാപ്പോലീത്ത ആവട്ടെ, ഏത് അച്ഛനാകട്ടെ, മഞ്ഞാക്കലച്ഛനാകട്ടെ, ബിജിലച്ഛനാകട്ടെ, കുഴിപ്പലച്ഛനാകട്ടെ, ആരായാലും ശരി, അത് വിശുദ്ധിയില്ല എങ്കിൽ സ്വർഗത്തിൻ്റെ പടി കാണില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ സ്വർഗത്തിലുള്ള എല്ലാവരും വിശുദ്ധരാണ്. അത് പല കത്തോലിക്കർക്കും അറിഞ്ഞുകൂടാ. പല കത്തോലിക്കൊന്ന് വിശുദ്ധൻ എന്ന് പറയുമ്പോൾ അത് ഈ സ്വരൂപമൊക്കെ പണിത് അത് ഇങ്ങനെ ചൂളെ വെച്ചിട്ട് മെഴുകുതിരിയും കത്തിച്ചു വെച്ചിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ പുണ്യവാന്മാരെന്ന്. ഇല്ല, സ്വർഗത്തിലുള്ള എല്ലാവരും പുണ്യവാന്മാരാണ്. ഹല്ലേലൂയ. നിങ്ങൾ അതേപ്പറ്റി കൂടുതലായിട്ട് എൻ്റെ കുടുംബ വിശുദ്ധികളുടെ ധ്യാനത്തിൽ കേൾക്കും. എങ്ങനെ നമ്മുടെ പൂർവികരെ നമ്മൾ വിശുദ്ധരാക്കണമെന്ന്. നമ്മുടെ അപ്പനെയും അമ്മയും നമ്മുടെ വല്യപ്പനെയും വല്യമ്മയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോരെ എല്ലാം വിശുദ്ധരാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ അഭിലാഷം. അതൊക്കെ നിങ്ങൾ അത് അച്ഛൻ വിചരിച്ചും പറഞ്ഞല്ലോ. അത് ആദ്യത്തെ 5 ദിവസങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇവിടെ നേരിട്ട് എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് ഇവിടെ നിന്ന് ധ്യാനിക്കാം. പിന്നീട് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും 4 ദിവസത്തെ ഞാൻ അവിടെ തൃശ്ശൂർ ചെന്ന് അവിടെ നിന്ന് നേരിട്ട് വിക്ഷേപണം നടത്തുമ്പോൾ ആ 9 ദിവസത്തെ ധ്യാനം അങ്ങനെ നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. അത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാണെങ്കിലും നിങ്ങൾക്ക് ശ്രമിക്കാൻ സാധിക്കും. 9 മുതൽ 10 വരെയുള്ള സമയം. ഓക്കെ. അതുകൊണ്ട് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഏറെ പ്രാർത്ഥിക്കേണ്ടതും നമ്മളും ഒരിക്കൽ അവരുടെ ഘട്ടത്തിൽ ഉൾപ്പെടേണ്ടതാണ് എന്ന് ഓർക്കണം. ഇന്ന് നമ്മൾ അവരെ ഓർക്കുന്ന പക്ഷം നമ്മളെ ആരെങ്കിലുമൊക്കെ ഓർക്കും. ഹല്ലേലൂയ. ഇനി ആരുമില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവിപ്രവർത്തികളും അല്ലെങ്കിൽ നമ്മുടെ കുർബാനയും ഒക്കെ വഴിയായി രക്ഷപ്പെട്ട അവർ നമ്മളെ ആശ്ലേഷിക്കാൻ വരും. പല ആത്മാക്കളും പറയുന്നുണ്ട് അവരുടെ മരണസമയത്ത് അവർ കുർബാന ചൊല്ലിയും അവർ ധനമോചനങ്ങൾ നേടിയെടുത്തും പ്രാർത്ഥന കൊടുത്ത ആത്മാക്കൾ മരണസമയത്ത് അവരുടെ സമീപത്തുണ്ടായിരുന്നുവെന്ന്. അതും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പല വിശുദ്ധരും പറഞ്ഞിരിക്കുന്നത്
അതായത് മരണസമയത്ത് ഈ മറിയം തെരേസയുടെ സമയത്താണ് മരിക്കാൻ നേരത്ത് സൗഭാഗ്യമായിട്ട് മരിച്ചു. മാതാവ് അടുത്തുണ്ടായിരുന്നു, ഔഷപിതാവ് ഉണ്ടായിരുന്നു, കവൽമാലാഹ ഉണ്ടായിരുന്നു. കവൽമാലാഹ നമ്മൾ സ്വർഗത്തിൽ വരുന്നതും വരെ നമ്മുടെ കൂടെ കാണും. മാത്രമല്ല ഈ രക്ഷപ്പെട്ട ആത്മാക്കൾ സ്വർഗത്തിൽ നിന്ന് ചുറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൗഭാഗ്യത്തോടെ മരിക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇതൊക്കെ സത്യങ്ങളാണ്, അല്ലാതെ കെട്ടുകഥയല്ല, ചമച്ചുണ്ടാക്കിയ കഥയല്ല. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഇത് പങ്കുവയ്ക്കുകയാണ്. നിങ്ങളെന്നെ മക്കളായതുകൊണ്ടും നിങ്ങളെന്നെ അറിയുന്നത് കൊണ്ടും നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ ഞാൻ മറച്ചു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആളുകളോർക്ക് എന്തിനാണ് ഈ അച്ഛനൊക്കെ വിളിച്ചു പറയുന്നത്? ഞാൻ വിളിച്ചു പറയുന്ന മക്കളെ, നിങ്ങൾ കൂടുതൽ സഭയിൽ അംഗമായിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഈ സഭ എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നത് മാത്രമല്ല, സഭയുടെ മറ്റു ഭാഗങ്ങൾ, വിശുദ്ധീകരിക്കപ്പെട്ട സ്വർഗത്തിലെ സഭ, സഹനം സഹിക്കുന്ന സഹനസഭ, ഇത് മൂന്നും കൂടെ ഒരു ഐക്യമാണ്. പുണ്യാന്മാരുടെ ഒരുപാട് പുണ്യാന്മാരുടെ ഐക്യം. നമുക്ക് പരസ്പരം സഹായിക്കാം. ഉദാഹരണം, നിങ്ങൾ എൻ്റെ അടുക്കലോ വിജയിച്ചിൻ്റെ അടുക്കലോ ഒക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലേ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുകയില്ലേ, സഹായിക്കുകയില്ലേ? പണം കൊടുത്ത് സഹായിക്കുന്നു, കാരിസ്മാനെ സഹായിക്കുന്നു, നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു. അതുപോലെ നമുക്ക് ഈ സമരസഭയിൽ സഹനം അനുഭവിച്ചു കിടക്കുന്നവരെയും സഹായിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഈ പണം കൊടുക്കണോ, കുർബാനയ്ക്ക് പണം എന്തിനാണ്, അച്ഛന്മാരെന്തിനാണ് പണം മേടിക്കുന്നത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കാസറ്റിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കണിശമായിട്ടും അച്ഛന്മാർക്ക് പൈസ കൊടുക്കുന്നതല്ല, അത് കുർബാന പണം കൊടുത്ത് മേടിക്കാവുന്നതുമല്ല. പ്രിയമുള്ള, അത് പണം കണിശമായിട്ട് അച്ഛന്മാർ അവരുടെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അവർക്കും പൈസ വേണം, ഹല്ലേലൂയ, അവർക്കും ജീവിക്കണം. പക്ഷേ നിന്റെ ജീവിതത്തിൽ നിന്ന് കൊടുക്കുന്ന അത് അച്ഛനല്ല കൊടുക്കുന്നത്, പിന്നെയോ നീ സ്നേഹിക്കുന്ന ആത്മാവിന് വേണ്ടി ഈശോയ്ക്കാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ദാനധർമ്മം ചെയ്യുന്നതും എല്ലാം അതേപ്പറ്റിയൊക്കെ ഞാൻ ഒന്ന് രണ്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തെ കേട്ടതുപോലെ ആ സദുക്കായൻ ചോദിച്ചതുപോലെ, 7 പേരെ കെട്ടിയവൻ സ്വർഗത്തിൽ വെച്ച് ആരുടെ ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും എന്ന് ചോദ്യം പോലെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരിക്കരുത്. ദൈവമേ, ഇതൊക്കെ ഈ കുർബാനയ്ക്ക് എന്തിനാണ് പണം കൊടുക്കുന്നത്? കുർബാനപ്പണം അച്ഛന്മാർ മേടിച്ച് സുഖമായിട്ട് ജീവിക്കുകയല്ലേ? ഇതൊക്കെ ഇങ്ങനത്തെ ഭൗമിക കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ തലയിൽ കിടക്കുന്നത്. ആധ്യാത്മികമായിട്ട് നമ്മൾ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആധ്യാത്മിക ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരായിട്ട് മാറാം. ഒരു നിമിഷം കരങ്ങൾ മാറോട് ചേർത്ത് വയ്ക്കാം. കർത്താവേ, കേട്ട വചനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ, അതനുസരിച്ച് ജീവിതത്തെ കർത്താവേ സ്വർഗം ലക്ഷ്യമാക്കി പരുവപ്പെടുത്തുവാൻ വരെ സഹായിക്കണമേ. ഈശോനാഥ, പങ്കുവച്ചുള്ള ജീവിതം, സ്നേഹമുള്ള ജീവിതം ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ പണ്ടൊക്കെ പാടുന്നൊരു പാട്ട്, എല്ലാവരും പങ്കുവച്ചും പരസ്നേഹത്തിൽ ജീവിച്ചാൽ എത്ര മനോഹരമീ ലോകം, സമത്വ സുന്ദരമീ ലോകം. ഇവിടെ പരുരീശ വിടരും പരുരീശ, സുരഭിത പരുരീശ. കൈയടിച്ചു പാട്. എല്ലാവരും പങ്കുവച്ചും പരസ്നേഹത്തിൽ ജീവിച്ചാൽ എത്ര മനോഹരമീ ലോകം, സമത്വ സുന്ദരമീ ലോകം. ഇവിടെ പരുരീശ വിടരും പരുദീശ, സുരഭിത പരുദീശ. സ്വത്തും ധനവും ഭിത്തികെട്ടി പൂട്ടി സൂക്ഷിക്കുന്നവനും, സ്വത്തും പണവും ഭിത്തികെട്ടി പൂട്ടി സൂക്ഷിക്കുന്നവനും, അസ്തമിക്കും ജീവിതമൊരു നാൾ കൈവെടിയണം അവയെല്ലാം. എല്ലാവരും പങ്കുവച്ചും പരസ്നേഹത്തിൽ ജീവിച്ചാൽ എത്ര മനോഹരമീ ലോകം, സമത്വ സുന്ദരമീ ലോകം. ഇവിടെ പരുരീശ വിടരും പരുരീശ, സുരഭിത പരുരീശ. മുമ്പിൽ കൈകൾ നീട്ടി നിൽക്കും മനുഷ്യനേക്കാൾ വലിയ നിധി, മുമ്പിൽ കൈകൾ നീട്ടി നിൽക്കും മനുഷ്യനേക്കാൾ വലിയ നിധി. എന്തിനിവിടെ തേടിടണം നശ്വരമാം സമ്പത്തിൽ, എല്ലാവരും പങ്കുവച്ചും പരസ്നേഹത്തിൽ ജീവിച്ചാൽ എത്ര മനോഹരമീ ലോകം, സമത്വ സുന്ദരമീ ലോകം. ഇവിടെ പരുരീശ വിടരും പരുരീശ, സുരഭിത പരുരീശ. എല്ലാവരും
പങ്കുവച്ചും പരസ്നേഹത്തിൽ ജീവിച്ചാൽ എത്ര മനോഹരമീ ലോകം, സമത്വ സുന്ദരമീ ലോകം. ഇവിടെ പറുദീസ, സുരവിര പറുദീസ, വിടരും പറുദീസ. ആമേൻ.